ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. എന്നാ പോവല്ലേ? എന്നാ ഒന്ന് ഹജ്ജിൻ്റെ ഫറളുകളിൽ ഒന്ന്, അത് നിങ്ങൾ ആദ്യമാണ് പഠിച്ചു വെച്ചാൽ പിന്നെ എളുപ്പമുണ്ട്. ഹജ്ജിൻ്റെ ഫറളുകളിൽ ഒന്ന് ഇഹ്റാം, നിയ്യത്തോടു കൂടെ ഹജ്ജിൽ പ്രവേശിക്കുക, നിയ്യത്തോടു കൂടെ ഇഹ്റാം ചെയ്യുക. ഒന്നെന്താണ്? നിങ്ങളെ മദ്രസിൽ മുഫത്തിശ് വന്ന മാതിരി ആയാൽ പറ്റൂല. മുഫത്തിശ് മദ്രസിൽ വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു കുളിൻ്റെ 13ാമത്തെ ഫറള് ഏതാന്ന് ചോദിച്ചു. കുറച്ചിങ്ങനെ ആലോചിച്ചിട്ട് 2 കുട്ടികൾ പറഞ്ഞു ഞങ്ങളിവിടെ പുഴയിലിറങ്ങി മുങ്ങലാണ്. അതിന് പിന്നെ 13ഉം 14ഉം നോക്കേണ്ട കാര്യമല്ലല്ലോ. അങ്ങനെ മുങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങളെ വിടൂല, നിങ്ങളെൻ്റെ ഒപ്പം നിൽക്കന്നെ വേണ്ടി വരും. അള്ളാഹു ഖൈർ തരട്ടെ. അപ്പം ഹജ്ജിൻ്റെ 1ാമത്തെ ഫറള്, ഹജ്ജിൻ്റെ ഫറളുകൾ 6 എന്ന് പറഞ്ഞാൽ പ്രധാനം 5ആണ്. ഒന്ന് പഠിച്ചു വെച്ചോളൂ. മദ്രസയ്ക്ക് കുട്ടികൾ വരണം, നമ്മൾ കുട്ടികൾ മദ്രസ വിട്ട് വന്നാൽ ചോദിക്കും ഇന്നെന്താ പഠിച്ചത് എന്ന പോലെ വീട്ടിൽ ചെല്ലുമ്പോൾ പേരമക്കൾ ചോദിക്കും ഇന്നെന്താ അപ്പ പഠിച്ചത്. അപ്പോൾ പറയാനറിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1 നിയ്യത്തോടു കൂടെ ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇഹ്റാം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മനസ്സിലാക്കി വസ്ത്രം മാറ്റലാണ്. വസ്ത്രം മാറ്റൽ കൊണ്ട് മാത്രം മുഹരിമാകുമെങ്കിൽ ഗാന്ധിജിയൊക്കെ എന്നും ഇഹ്റാമിലായിരുന്നു. മനസ്സിലായോ? ഓരോന്നിനും അതിൻ്റെ നിയ്യത്ത് വേണം അല്ലേ? നമ്മൾ കുളിക്കുന്ന കുളിമുറിയിൽ നിന്നിട്ട് ഉയരട്ടെ എന്ന് പറഞ്ഞാൽ ജനാപത്തും അശുദ്ധിയൊന്നും ഉയരില്ല, അത് മുദ്രാവാക്യമാവുള്ളൂ. അതിൻ്റെ നിയ്യത്ത് തന്നെ ചെയ്യണം. അപ്പോൾ ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചോളി. 1 നിയ്യത്തോടു കൂടെ ഇഹ്റാം ചെയ്യുക. ഹജ്ജിൻ്റെ ഫറളുകൾ 5. തർത്തീബ് എന്ന ഫറളുണ്ട് 6ാമത്തത്, നമ്മൾ പ്രത്യേകം പഠിച്ചു വെച്ചോളി. ഹജ്ജിൻ്റെ ഫറളുകൾ 5. 1 നിയ്യത്തോടു കൂടെ ഇഹ്റാം ചെയ്യുക. 2 നിങ്ങളതിൻ്റെ ഒപ്പം നിൽക്കണം. 2 അറഫയിൽ ഒരുമിച്ച് കൂടുക. 2 അറഫയിൽ ഒരുമിച്ച് കൂടുക. 3 നിങ്ങളതിൻ്റെ ഒപ്പം നിൽക്കണ്ടോ? 3 കഅബ ശരീഫ് തവാഫ് ചെയ്യുക. കഅബ ശരീഫ് തവാഫ് ചെയ്യുക. 4 സഫാ മർവയിൽ സഅയ് ചെയ്യുക. സഫാ മർവയിൽ സഅയ് ചെയ്യുക. 5 സമയമാകുമ്പോൾ മുടിയെടുക്കുക. സമയമാകുമ്പോൾ മുടിയെടുക്കുക. ഇപ്പം എത്രനായി? 5. ഒന്ന് നിങ്ങൾ പറഞ്ഞാണ്. എങ്ങനെ? ആ ആ ആ ആ എല്ലാവരും കൂടി എണ്ണീറ്റും 5 പൂർത്തിയാകണില്ലേ? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ 5? നിങ്ങൾ ഹജ്ജ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എൻ്റെ ഫറളൊക്കെ വീടിക്കണോ. എന്തുകൊണ്ട്? ഹജ്ജിൻ്റെ ഇബാദത്ത് 3 ഇനം ആണ്. ഹജ്ജിൻ്റെ ഇബാദത്തിൻ്റെ ഫറളുകൾ എത്രയാണത്? 3 ഇനമാണ്. 1 ഫറള് ചെയ്തെങ്കിലേ ഹജ്ജ് കിട്ടുള്ളൂ, അതിനാണ് ഫറള് എന്ന് പറയാം, അല്ലെങ്കിൽ റുക്കന് എന്ന് പറയാം. ഇത് ചെയ്തില്ലെങ്കിൽ ഏത് കിട്ടൂല? ഈ കൊല്ലത്തെ ഹജ്ജ് കിട്ടൂല. അറഫയിൽ ഒരാൾ എത്തിയില്ല, ഈ കൊല്ലത്തെ ഹജ്ജ് കിട്ടുമോ? ഇല്ല. ഇഹ്റാം ഒരാൾ ചെയ്തില്ല, അയാൾക്ക് ഹജ്ജ് കിട്ടുമോ? എന്നാ ഒന്നും കൂടി പറഞ്ഞോളൂ, ഒറ്റ വട്ടം ബിസ്മില്ലാ എൻ്റെ ഒപ്പം കൂടിക്കോളി. നിയ്യത്തോടു കൂടെ ഇഹ്റാം ചെയ്യുക, അറഫയിൽ ഒരുമിച്ച് കൂടുക. പിന്നെ കഅബ ശരീഫിൽ തവാഫ് ചെയ്യുക. 4 സഫാ മർവയിൽ സഅയ് ചെയ്യുക. പിന്നെ സമയമാകുമ്പോൾ മുടിയെടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതിൽ ക്രമമായി തർത്തീബായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുക. അതാണ് 6ാമതായിട്ട് എണ്ണാറ്. ഇതാണ് പ്രധാനപ്പെട്ടത്. ഇനി അതേപോലെ പഠിച്ചു വെച്ചോളി. ഹജ്ജിൻ്റെ വാജിബാത്തുകൾ 5. ഹജ്ജിൻ്റെ വാജിബാത്തുകൾ എന്ന് വെച്ചാൽ വാജിബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. പക്ഷേ സാഹചര്യത്തിൽ പറ്റിയില്ലെങ്കിൽ, ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അറഫയിൽ നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടോ? ഇല്ല. മുസ്ദലിഫയിൽ എത്തിയില്ലെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ഇതാണ് വ്യത്യാസം. നിങ്ങൾ മനസ്സിലാക്കിയോ? എന്നാ ഒന്ന് നോക്കിക്കോളി. ഹജ്ജിൻ്റെ വാജിബാത്തുകൾ, ഫറളും വാജിബാത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫറള് ചെയ്തെങ്കിലേ ഹജ്ജ് കിട്ടുള്ളൂ. വാജിബാത്തോ ചെയ്യൽ നിർബന്ധമാണ്. അഥവാ സാധിച്ചില്ലെങ്കിൽ അതിനെന്തുണ്ട്? പരിഹാരമുണ്ട്. ശരി, വാജിബാത്ത് 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. ഒന്നെന്താണ്? മീഖാത്തിൽ നിന്ന് ഇഹ്റാം എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും ചെയ്താൽ പോരാ. നേരത്തെ നമ്മൾ പഠിച്ച ഫറള് ഇഹ്റാം ചെയ്യുക എന്നുള്ളതാണ്. അത് എപ്പോൾ ചെയ്യണം? എവിടെ വെച്ച് ചെയ്യണം?
അതാണ് മീഖാത്ത്. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. ഒന്നേതാണ്? മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. 2 മുസ്ദലിഫയിൽ എത്തിച്ചേരുക. രാത്രി പകുതി കഴിഞ്ഞ ശേഷം മുസ്ദലിഫയിൽ രാപ്പാർക്കുക. എന്താണത്? മുസ്ദലിഫയിൽ രാപ്പാർക്കുക. 3 ജംറകളെ എറിയുക. 3 ഏതാണ്? ജംറകളെ എറിയുക. 4 അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കുക. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കുക. അയ്യാമു തശ്രീഖ് ദിവസമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കുക. ഇപ്പൊ എത്രയായി? 4. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല സംഗതി ചെയ്യാനുണ്ട്. ഇതൊക്കെ പൂർത്തിയാക്കിയാൽ വദാഇന്റെ തവാഫ് ചെയ്യുക. ഇതൊക്കെ പൂർത്തിയായാൽ വദാഇന്റെ തവാഫ് ചെയ്യുക. റെഡിയായോ അല്ലേ? എന്നാ ഒന്ന് പറഞ്ഞാണ്. 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. 2 മുസ്ദലിഫയിൽ രാപ്പാർക്കുക. 3 ജംറകളെ എറിയുക. 4 അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കുക അല്ലേ? 5 വദാഇന്റെ തവാഫ് ചെയ്യുക. അല്ലാഹു റബ്ബി, നിങ്ങളെയും കൊണ്ട് എഴുതിയും പോകാം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പഠിച്ചത് ഓർമ്മയാക്കി അമൽ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇതാണ് ഹജ്ജ്. ഇതാണെന്ത്? ഹജ്ജ്. ഹജ്ജിൻ്റെ നിർബന്ധം. ഇനി ബാക്കി കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം ചേർന്ന് വരേണ്ടതുണ്ട്, ഇതിനൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതൊക്കെ എന്താണ്? നമ്മൾ ചെയ്താൽ കൂലി വർദ്ധിക്കുന്ന സുന്നത്തുകളാണ്, ചെയ്താൽ പ്രതിഫലം കൂടുതൽ കിട്ടുന്ന സുന്നത്തുകളാണ് അല്ലേ? ഇപ്പം നമ്മൾ നോക്കുക, സുന്നത്തും ഫർളും തമ്മിൽ ഞാൻ എൻ്റെ ഈ ശരീരത്തിനൊരു നമുക്ക് ഈ പുക്കളുണ്ടല്ലോ, നമ്മൾ അതിർത്തി അല്ലേ, അവിടുന്ന് മുതൽ താഴെ വരെ ഒരു ട്രൗസർ ഇട്ടാൽ, കുറച്ച് മുട്ടിന് താഴെ നിൽക്കുന്ന ഒരു ട്രൗസർ ഇട്ടാൽ എന്ത് വീടും? അവർത്ത് മറക്കാന്നുള്ള ഫർള് വീടും. ഞാൻ നിങ്ങളെ മുമ്പിൽ ഒരു ട്രൗസറൊക്കെ ഇട്ട് ഇങ്ങനെ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളെ ചില പെണ്ണുങ്ങളെ കാണാം അല്ലേ, പർദ്ദട്ടിട്ട് തല മറക്കാതെ ഇങ്ങനെ പോകും. എന്താ ചെയ്യുക? പള്ളിയിലെ കാലിയാർ തലയിൽ കെട്ടിയിട്ട് മടിക്കുത്തിയിട്ട് ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഓരോന്നിൻ്റെയും സുന്നത്തും ഫർളും നമ്മളെ വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ തൊപ്പിയിട്ടത് അതൊരു സുന്നത്താണ്, നമ്മൾ കുപ്പായിട്ടത് അതൊരു സുന്നത്താണ്, നമ്മൾ ഇസ്തിരിട്ടത് അത് വേറൊരു സുന്നത്താണ്, നമ്മൾ ബാക്കി ഒക്കെ സുന്നത്തുകളെ കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പ്രൗഢി വർദ്ധിക്കുന്നത് അല്ലേ? സുന്നത്തുകളെ കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പ്രൗഢി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെ പറ്റിയും അത് സുന്നത്തല്ലേ ഉള്ളൂ ഉസ്താദേ എന്ന് ചോദിക്കരുത്. അത് അതിനൊരു നിസ്സാരപ്പെടുത്തലാണ്, അതൊരിക്കലും പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമോ ബഹുമാനത്തോടു കൂടെ ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റുമോ ആദരവോട് കൂടെ ചെയ്യണം. നമ്മൾ ചെയ്യും, പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു രീതി എന്ന് പറഞ്ഞാൽ ഒരു വയന്ന ചെയ്യലാണ് പലതും. നമ്മൾ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ 2 കൈ കൈകൾ സുന്നത്താണ് അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ 2 കൈ കൈകൾ സുന്നത്താണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടോ വേണമെങ്കിൽ കഴിക്കാൻ മതിയോടോ, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അടുത്ത ഒതു കൊടുക്കുമ്പോഴാണ് ശരിയായിക്കോളും. പക്ഷെ നമ്മൾ ചെയ്യലെങ്ങനെയാണ്? ഇപ്പം എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ആ വളണ്ടിയർ കുട്ടികൾ എന്നിട്ട് പറഞ്ഞു ഭക്ഷണം റെഡിയാണ്, എന്നാൽ നമ്മളെല്ലാവരും കൂടി തിരക്കിൽ ഓടും. ഓടിയിട്ട് നേരെ കൈ കഴിക്കണോടത്താ പോണത്, ചോറ് കഴിക്കണോടത്തോ? ഒക്കെ ചോറ് കഴിക്കണോടത്താ പോയിരിക്കും. 1-2 ആൾ ഇന്നപ്പോഴത്തെ സാധുക്കളുണ്ടാവും കൈ കഴിക്കുന്നിടത്ത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും കൈ കഴുകി വരുന്നത് കാണുമ്പോൾ അപ്പം നമ്മൾ ആ വെള്ളത്തിൻ്റെ ബോട്ടലുണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ ബോട്ടലൊന്നിങ്ങനെ തുറന്നിട്ട് ആ കുപ്പിയിൽ നിന്ന് ലേശം വെള്ളം കൊണ്ട് ഇതാ നമ്മളെ കൈ കഴുകുക അല്ലേ? ഇങ്ങനെയല്ലേ? അതേ സമയത്ത് അതേ ആളും ചോറ് വെച്ച് കഴിഞ്ഞിട്ടോ കഴുകന്നെ ഓ ഇപ്പം എന്താ ഇപ്പോൾ ഇവിടെ കഴിച്ചത്, അങ്ങനത്തെ കഴുകൽ കണ്ട നിങ്ങൾ. നമ്മൾ ചെയ്യണതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഏത് നിലക്കല്ല? മുത്ത് റസൂൽ പഠിപ്പിച്ച നിലക്കോ ഇതൊരു സുന്നത്താണെന്ന നിലക്കോ ചെയ്യുന്നില്ല, ഒരു കടമ വീട്ടില്ല. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. സുന്നത്തുകൾക്ക് എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം കൂടും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എന്നാൽ ഇനി നമ്മൾ ഹജ്ജ് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ആലോചിക്കണം, ഇതിൻ്റെ വാജിബാത്തൊക്കെ കിട്ടിയോ, ഇതിൻ്റെ ഫർളൊക്കെ കിട്ടിയോ? അത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി അലല്ലാഹ്, അള്ളാഹു തആല നമുക്ക് എല്ലാ കാര്യവും കബൂലാക്കി തരട്ടെ. എന്നാ പോകല്ലേ? ശരി.
ഇനി നമ്മൾ ഓരോന്നിൻ്റെ ഒപ്പമുള്ള സുന്നത്തുകളൊക്കെ ഇങ്ങനെ ചേർത്തിട്ടൊരു പഠനമാണ് ഇനി നടത്താനുള്ളത്. പ്രധാനപ്പെട്ട പഠിക്കൽ കഴിഞ്ഞ് ഹജ്ജിൻ്റെ ഫറളും ഹജ്ജിൻ്റെ വാജിബാത്തും അല്ലേ, ഉംറയുടെ ഫറളും രണ്ടും നമ്മൾ പഠിച്ചു അല്ലേ. ഉംറക്കാകെ എത്രയേ ഉള്ളൂ? 4 ഫറലേ ഉള്ളൂ. 1 ഇഹ്റാം ചെയ്യുക, 2 കഅബ ശരീഫ് തവാഫ് ചെയ്യുക, 3 സഫാ മർവയിൽ സഅയ് ചെയ്യുക, 4 മുടിയെടുക്കുക. ഇനി നമ്മൾ ഇഹ്റാമിന് ഒരുങ്ങുമ്പോൾ, 2 തവാഫിന് ഒരുങ്ങുമ്പോൾ, 3 സഅയിന് ഒരുങ്ങുമ്പോൾ, 4 മുടിയെടുക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങനെ പഠിക്കാനുണ്ട്. അതൊക്കെ ചെയ്യേണ്ട ദിവസം, സമയം, കാര്യം അതൊക്കെ പൂർത്തിയാക്കേണ്ടത് എങ്ങനെ? അതാണ് ഇനി നമുക്ക്. ചായ കൊടുത്തോ? എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവർക്കും കടിയും കിട്ടി, ചായയും കിട്ടി. ഈ വഴിക്കൊക്കെ വന്നാൽ ഇപ്പോൾ ഒരു ഇത് തുടങ്ങിയതായത്. എങ്ങനെ? ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്കാട്ടിലും ക്ഷീണം ആർക്കാണ്? കേൾക്കുന്ന ആൾക്കാർക്കാണ്. ഇപ്പം വെള്ളം കിട്ടിയതായിരിക്കാം നിങ്ങൾക്ക്, സമൂസ കിട്ടിയതായിരിക്കാം നിങ്ങൾക്ക്, ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്നവർക്കാണ് ഇപ്പോൾ അധികം ക്ഷീണം. ഏതായാലും നമ്മളാ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അള്ളാഹു തആല ഖൈറ് തരട്ടെ. അങ്ങനെയുണ്ടല്ല, ചായയും കടിയും കൊടുക്കുന്ന കുട്ടി നമ്മളൊന്ന് നോക്കിയാൽ നമുക്കൊരു സമാധാനമാണ്, കുടിച്ചാലും ഇല്ലെങ്കിലും. അപ്പം ഞാനതൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ചില സംഗതികളൊക്കെ കണക്കിലെടുക്കാത്തതുണ്ടാവും. പട്ടു ഉസ്താദിന് 86 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് 6 നമുക്ക് കണക്കിൽ വേണ്ട, 80 മതി എന്നല്ലേ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. 6 പണ്ട് ഓടിച്ചാടി നടന്ന് അതെല്ലാം കണക്ക് എഴുതുന്ന സമയത്ത് പണ്ട് പാസ്പോർട്ടിന് കൊടുത്തപ്പോൾ ജാസ്തി എഴുതിയതുണ്ടാവും. പണ്ട് ഉപ്പാർ മദ്രസ കൊണ്ട് ചേർക്കുന്ന സമയത്ത് വയസ്സെത്തിരായി എന്ന് വെച്ചു, ഒരു 5-8 വയസ്സങ്ങ് എഴുതിയേക്കെന്ന് പറഞ്ഞു. അങ്ങനത്തെ അതാ. അപ്പോൾ ഒരു 80 വയസ്സിലാണ് ഇപ്പോൾ ആര് നിൽക്കുന്നത്? പൊട്ടു ഉസ്താദ്. അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ്. ഇവിടെ നോക്കി, 1 നമ്മളെല്ലാവരും പുറപ്പെടുമ്പോൾ അതിൻ്റെ സുന്നത്തായ മര്യാദകളൊക്കെ പാലിച്ച് മുഴുവനും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് പാകാവുന്ന തരത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ നിന്നോളി, പോകല്ലേ. നല്ലൊരു ദിവസം യാത്രക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. കിതാബിൽ പറഞ്ഞതനുസരിച്ച് നമ്മളായിട്ട് ദിവസം നിശ്ചയിച്ച് പോകാൻ പറ്റുമെങ്കിൽ വ്യാഴാഴ്ച സുബൈക്ക് പുറപ്പെടലാണ് ഏറ്റവും നല്ലത്. അള്ളാഹു ആവതാക്കട്ടെ. തിങ്കളാഴ്ച ആയാലും നല്ല ദിവസം. ഇലാഹിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നുണ്ട്, യാത്രക്ക് ശനിയാഴ്ചയും പറ്റും. നബി തങ്ങൾ ഒട്ടേറെ യാത്ര വ്യാഴാഴ്ചയുണ്ട്, ഹിജറ അടക്കമുള്ള യാത്ര തിങ്കളാഴ്ചയുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു ദിവസം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങൾ പറഞ്ഞു തരണം. വേണമെങ്കിൽ ഇപ്പോൾ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അതെന്താണ്? സൗദി ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കെ ചേർന്നിട്ട് ഞമ്മക്ക് പോകാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചാൽ അത് നല്ല ദിവസമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ ദിവസത്തിലായിരിക്കും നമ്മൾ പോവുക. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മളിപ്പോൾ ഏകദേശം കാണുന്നതനുസരിച്ച് വെറുതെ നമുക്കൊരു ദിവസമാണ് കാണുകയല്ലേ. ഞാൻ പോണത് ഇൻഷാ അള്ളാഹ് മെയ് 1-നാണ്. ഞാൻ പോണത് മെയ് 1-നാണ്. നിങ്ങളെ കൂട്ടത്തിലൊക്കെ ഡേറ്റ് കിട്ടിയവരുണ്ടോ? ഏപ്രിൽ മെയ് 12, മെയ് 5, മെയ് 8, മെയ് 7, മെയ് 15, മെയ് 6, പറഞ്ഞോളി കിട്ടിയോല് പറ. മെയ് 11, മെയ് 18, 12, മെയ് 12. നിങ്ങൾ അറിഞ്ഞോ അല്ലേ എന്നറിയില്ല. ഈ പ്രാവശ്യം എല്ലാവരും പോണത് മക്കത്തേക്കാണ്. അള്ളാഹു കബൂലാക്കട്ടെ. കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഗവൺമെൻറ് ഹാജിമാർ ചിലപ്പോഴൊക്കെ കുറച്ചാൾ മദീനത്ത് പോകും, പിന്നെ കുറച്ചാൾ മക്കത്ത് പോകും. ഈ പ്രാവശ്യം സർക്കാർ ഹാജിമാർ മുഴുവനും എവിടേക്കാണ് പോണത്? പ്രൈവറ്റുകാരും എവിടേക്കാണ് പോണത്? ഈ കൊല്ലത്തെ ഹജ്ജ് യുദ്ധവും കാര്യമൊക്കെ ഉണ്ടെങ്കിലും സ്ഥലം മാറ്റണില്ല, മക്കത്തുനിന്ന് തന്നെയാണ് നടക്കുന്നത്. അള്ളാഹു തആല ഖൈറ് ചെയ്യുമാറാവട്ടെ. പടച്ചോനെ, യുദ്ധത്തിൻ്റെ ചർച്ചകളൊക്കെ നടക്കുമ്പം കക്ഷികൾക്കും അതിലൊക്കെ ഒരു സമാധാന നിലപാട് സ്വീകരിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാഹ്. ഹറമൈൻ ഷരീഫൈനി അടക്കമുള്ള സൗദി രാജ്യങ്ങൾ അടക്കമാണ് GCCയുടെ രാജ്യങ്ങൾ. അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹജ്ജ് യാത്ര അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ ഇൻഷാ അല്ലാഹ്. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളെ രക്തത്തിന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പട്ടികളാണ്. അവരെ ശല്യത്തിൽ നിന്ന് അള്ളാഹു മുഅ്മിനീങ്ങളെ കാത്തു രക്ഷിക്കട്ടെ.
നമുക്ക് ദുആ ചെയ്യലേ മാർഗമുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ മെയ് 1 പോകുകയല്ലേ? ശരി, പോകുന്നതിന് മുമ്പ് മെയ് മാസം പറഞ്ഞിട്ടാണ് സർക്കാർ രാജ്യമാരൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് വേണ്ടപ്പെട്ട നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ കുറഞ്ഞ വാക്കാണ് പട്ടു ഉസ്താദ് പറഞ്ഞത്. അതിലൊരു പ്രധാനപ്പെട്ടതായിരുന്നു എന്ത്? ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് അകന്ന് നിൽക്കുന്നവരോടൊന്ന് അടുക്കുക, പിണങ്ങി നിൽക്കുന്നവരോട് ഇണങ്ങുക, ഹക്കടപാടുള്ളത് കൊടുത്ത് വീട്ടുക. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, അത് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാകും. രണ്ട്, മാതാപിതാക്കൾ തുടങ്ങി നമ്മൾ ഏറ്റവും കടമപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, അവരുടെയൊക്കെ പൊരുത്തം 100% ഉറപ്പുവരുത്തുക. ഭാര്യയുടെ പൊരുത്തം ഭർത്താവിനും വേണം, ഭർത്താവിൻ്റെ പൊരുത്തം ഭാര്യക്കും വേണം. രോഗം മനസ്സിലാക്കി ചികിത്സിക്കണം, എന്നെങ്കിലേ നമുക്ക് എന്താവുള്ളൂ, ഫലം കിട്ടുള്ളൂ. ഒരു രോഗി വന്നിട്ട് ഡോക്ടറോട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, സാറേ ഇങ്ങനെ നെക്കിയാൽ ഇവിടെ വേദന, ഇവിടെ തൊട്ടാൽ ഇവിടെ വേദന, ഇവിടെ തൊട്ടാൽ ഇവിടെ വേദന, ഇവിടെ തൊട്ടാൽ ഇവിടെ വേദന, ഇവിടെ തൊട്ടാൽ ഇവിടെ വേദന. ഇയാൾക്ക് പല ഡോക്ടർമാരും ചികിത്സ നടത്തിക്കണം, ഒന്നും സുഖമായിട്ടില്ല. അപ്പോൾ ഒരു ഡോക്ടർ ഇയാളെങ്ങനെ നോക്കി. അപ്പോൾ മറ്റു ഡോക്ടർമാരൊക്കെ നോക്കിയത് ഏതാണ്? ഇപ്പോൾ ഡോക്ടർമാരെത്തി എന്നാൽ ഇതിൽ നോക്കിയിട്ടാണല്ലോ അല്ലേ? നോക്കിയിട്ട് ആ സ്കാൻ ചെയ്ത റിപ്പോർട്ട്, മറ്റേ ആ എക്കോ ടെസ്റ്റ് നടത്തിയ റിപ്പോർട്ട്, പിന്നെ വേറെന്ത് ടെസ്റ്റാണ് ആ നടത്തി, അതിങ്ങനെ നോക്കിയിട്ട് മെഷീനറി പറഞ്ഞു കൊടുത്തത് അനുസരിച്ചുള്ള തീരുമാനത്തിൽ ഇങ്ങനെ ടിക്ക് ചെയ്യലാണ് അല്ലേ? നമ്മളെടുത്ത് ബ്ലഡ് എടുത്തു വരും. ബ്ലഡ് എടുത്തിട്ട് ആ ലാബിലുള്ള 2 പെൺകുട്ടികളുണ്ടല്ലോ, ഓൾ രണ്ടാളും സംസാരിച്ച് ഇങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ ഓൾക്കൊരാൾക്ക് ഫോൺ വന്നു, അതിൻ്റെ ഇടയിൽ വേറൊരാൾക്ക് തർക്കം വന്നു. നമ്മളെ ബ്ലഡ് അപ്പനും വരെ കയ്യിൽ തന്നെയാണ്, മനസ്സിലായോ? ഈ ബ്ലഡ് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞു, പിന്നെയാണ് ഇവർ ഏതിന് കൊടുക്കണത്? ടെസ്റ്റിന് കൊടുക്കണത്. അപ്പോഴേക്ക് ഈ ബ്ലഡിലുള്ള അണുക്കളൊക്കെ ചത്തുപോയിക്കണം. പിന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കില്ലാത്ത രോഗമല്ല. കാരണം നമ്മളെ ബ്ലഡിൽ എന്തില്ല ഇങ്ങനെ. അപ്പം നമുക്ക് ഏതിന് നമുക്ക് അവിടെ സൊക്കേട് ഇവിടെ സൊക്കേടും ഒക്കെ ഈ റിപ്പോർട്ടന്മാർ മാത്രം നിന്നാലുണ്ടല്ലോ, പടച്ചോൻ കാക്കട്ടെ. അതുകൊണ്ട് ബ്ലഡൊക്കെ കൊടുത്താൽ വേഗത്തിൽ നോക്കണം. അത് വേഗം ലാബൊക്കെ പോകുന്നുണ്ടോ, അത് അടച്ചു വെക്കണുണ്ടോ, വേഗത്തിൽ ചെയ്യുന്നുണ്ടോ. ഇതും കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കലല്ല. നമ്മളെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതിൽ അണുക്കൾ വേഗം വേഗം തീർന്നു പോകും. ചിലപ്പോൾ അതിലേക്ക് ആര് കയറും ചെയ്യും? വേറുള്ളത് പുറത്തുനിന്ന് കയറും ചെയ്യും. ഈ പരിശോധന റിപ്പോർട്ടാണ് നമുക്ക് ഏതിന് കിട്ടണത്? അങ്ങനെയാണ് കുഞ്ഞായ്മീൻ്റെ റിപ്പോർട്ടിൽ 3 മാസം ഗർഭമാണെന്ന് വന്നത്. ഞങ്ങൾക്ക് മാറിക്കൊണ്ടും പോകും. വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കുകയല്ലേ ഇവർ. മൊബൈൽ വന്ന് അതിൽ സംസാരിച്ച്, മറ്റേ വന്ന് ഇതിൽ സംസാരിച്ച്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മൾ പേടിക്കേണ്ട സംഗതി. അപ്പോൾ ഈ ഡോക്ടർമാർ ഇവർക്ക് കുറേ ചികിത്സ കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ ഇയാളോട്, അല്ലടോ തൊട്ട സ്ഥലത്തൊക്കെ വേദന, അതെന്ത് വേദന, നീ സൂചി മുണുങ്ങിനോ എന്ന് ചോദിച്ചു. ആ ഡോക്ടർ ഇവനൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അപ്പം നോക്കുമ്പോൾ ഇയാളെ രോഗം കണ്ടെത്തി. അതെന്താണെന്നെങ്കിൽ ഇയാളെ വിരലുമ്മലാണ് കുരു. ഇയാൾക്ക് കുരു ഉണ്ടായിരിക്കണത് എവിടെയാണ്? വിരലുമ്മലാണ് കുരു. അപ്പോൾ ആ കുരുള്ള വിരലുകൊണ്ട് ഇവിടെ തൊട്ടാലും വേദന, ഇവിടെ തൊട്ടാലും വേദന, ഇവിടെ തൊട്ടാലും വേദന. അപ്പോൾ കുരു എവിടെയാണ്? വിരലുമ്മലാണ്. അതാണ് പ്രശ്നം. മനസ്സിലാക്കി? അപ്പോൾ ചൂണ്ടാ വിരലുമ്മലാണ് കുരു ഉണ്ടായിരിക്കണത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ചികിത്സിക്കുമ്പോൾ രോഗം മനസ്സിലാക്കി ചികിത്സിക്കണം. നമുക്ക് അള്ളാൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടേണ്ട രൂപത്തിൽ അള്ളാഹുവിന് ഖൈർ നൽകണേ അള്ളാഹ്. നിങ്ങളെൻ്റെ ഒപ്പം നിൽക്കുക ശരിക്ക്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ മെയ് 1 പോകാൻ തീരുമാനിച്ചൊക്കെ റെഡിയാകുന്നതിന് മുമ്പ് പൊരുത്തപ്പടിപ്പിക്കലൊക്കെ നിങ്ങൾ കഴിക്കാം. ബാക്കിയുള്ളതൊക്കെ കഴിച്ചൊക്കെ റെഡിയായി ഇൻഷാ അള്ളാഹ്. ഇവിടെ നമ്മൾ പോകുമ്പോൾ ദൂരെ യാത്രയായതുകൊണ്ട് നമുക്ക് 2 ലഗേജ് വേണം. ഒന്ന് ചെറിയ ബാഗ്, ഒന്ന് വലിയ ബാഗ്. കണ്ടാൽ തന്നെ അറിയണം കേട്ടോ, ഇത് ചെറുതും ഇത് വലുതുമാണ്. ഉമ്മയും മോളും ആണെന്ന് പറഞ്ഞാൽ ഏതാ മോള് ഏതാ ഉമ്മ എന്ന് ചിലപ്പോൾ കണ്ടാൽ തിരിയില്ല. ചിലപ്പോൾ എന്ന പോലെ ഈ 2 ബാഗും അങ്ങനെയാണ്, ഏതാ ചെറുത് ഏതാ വലുത് എന്നറിയില്ല. 2ഉം വലിയ ബാഗ് വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ വാങ്ങണ്ട, അങ്ങോട്ടൊന്നും കൊണ്ടുപോകേണ്ടതില്ല. നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ആ വലിയ ബാഗുമ്മൽ നമ്മൾ ഹജ്ജ് നമ്പർ എഴുതുക. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. ഹജ്ജ് നമ്പർ ഏതുമ്മലൊക്കെ എഴുതണം? ബാഗുമ്മൽ 2നും. ചെരുപ്പുമ്മൽ ഹജ്ജ് നമ്പർ എഴുതണം, മക്കനമ്മൽ എഴുതണം, പർദ്ദമ്മൽ എഴുതണം, അങ്ങനെ തൊപ്പിമ്മൽ എഴുതണം. എല്ലാത്തുമ്മലും നമ്പർ എഴുതാം. എന്നെന്താണ്, നമ്മൾ ഒന്നിച്ച് താമസിക്കലും മറ്റുമൊക്കെ ആകുമ്പോൾ ഒരേപോലത്തെ ചെരുപ്പുണ്ടാകും, ഒരേപോലത്തെ മക്കനുണ്ടാകും, ഒരേപോലത്തെ നമ്മളെ കിതാബുകളുണ്ടല്ലോ. എല്ലായിടത്തും AP ഉസ്താദിൻ്റെ കിതാബാണ്.
എല്ലായിടത്തും ഒരേ കിതാബ് തന്നെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താകും, ആ കിതാബ് എൻ്റെതാണ്, ഈ കിതാബ് മറ്റവൻ്റെതാണ്, അങ്ങനെ കിതാബിന് തർക്കം ഉണ്ടാക്കണ്ട, നമ്മളെ നമ്പർ അവിടെ ഉണ്ടായാൽ. അപ്പം ഇൻഷാ അല്ലാ നമ്പർ എങ്ങനെ എഴുതണം? കുറച്ച് വലിയ അക്കത്തിൽ എഴുതണം. മനസ്സിലായി? ആ ചെറിയ സാധനത്തിന്മേൽ ചെറിയ അക്കത്തിൽ എഴുതിയാൽ മതി. എല്ലാവരും നമ്പർ എഴുതിയോ? എസ് ഓർ നോ ഏതെങ്കിലും ഒന്ന് പറയണേ. എഴുതിയോ? എഴുതി എന്ന് പറയാം. ഇല്ലെങ്കിൽ നിങ്ങളെ സാധനം മാറിപ്പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ് ഇൻഷാ അല്ലാ. വലിയ ബാഗ് തുറക്കാം. നമ്മൾ വാങ്ങി വെച്ച സാധനങ്ങളുണ്ടല്ലോ. ഹാജിമാരൊരു കാര്യം ശ്രദ്ധിക്കണം. അജ്ജുമ്മമാർ ആരാണോ ഹജ്ജിന് പോണത്, ബാഗിൽ വെച്ച സാധനം അവർ കാണണം. മക്കളൊക്കെ കൂടെ കൂടിയിട്ട് ഇതെന്താക്കിയിട്ട് നിറച്ചു വെച്ചിട്ടുണ്ട്. നാളെ ജിദ്ദ എയർപോർട്ടിൽ ചിലപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഈ യുദ്ധവും കോലാഹലമൊക്കെ ഉണ്ടായ വർഷമാണ്. അപ്പോൾ എയർപോർട്ടിൽ നമ്മൾ ബാഗിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് ഇതെന്താന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പറയാൻ അറിയോ എന്താന്ന്? നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളും അപ്പം കാണുകയാണ്. നിങ്ങൾ ബേജാറായിട്ട് എന്നെ നോക്കി. ഞാനെന്ത് ചെയ്യാനാ? ഞാനും ഇങ്ങനെ നോക്കി. നമ്മൾ രണ്ടാളും കൂടി നോട്ടം കണ്ടപ്പോൾ പോലീസുകാരന് മനസ്സിലായി രണ്ട് തരികിടകളാണ്. അപ്പം എന്ത് ചെയ്തു? അപ്പം നമ്മളെ ആരെ ബാഗിൽ നിന്നാണ് കിട്ടിയത്? ഓറയും കൊണ്ട് പോലീസുകാരങ്ങ് പോകും. അതാരാ? അത് നോക്കുമ്പോൾ നമ്മളെ മറിയാമ്മൂൻ്റെ ഭർത്താവാണ്. അപ്പം മറിയാമ്മു അവിടുന്ന് കരയിൽ തുടങ്ങി. ജിദ്ദീന്ന് കണ്ണീരൊഴുക്കിയത് കൊണ്ട് സ്വർഗം കിട്ടാനില്ല, നരകം കിട്ടാനില്ല. അല്ല സാറേ, അങ്ങനെയാണല്ലോ. കരയേണ്ട സ്ഥലം ആകണുള്ളൂ. ഇൻഷാ അല്ലാ. അള്ളാഹു തആല ഖൈറ് തരട്ടെ. ഈ ബേജാറിന് നിൽക്കണ്ട. നമ്മളെ ബാഗിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് ഇതെന്താന്ന് ചോദിച്ചാൽ അത് അവിലാണ്. അതേതാണ്? അവിലാണ്. ഇതെന്താന്ന് ചോദിച്ചാൽ അത് കൂവപ്പൊടിയാണ്. ഇതെന്താന്ന് ചോദിച്ചാൽ അത് എന്താണ്? മറ്റേ സാധനത്തിന് പേര് പണ്ടൊക്കെ അതിന് അച്ചാറ് എന്നാണ് പറയല്. ഇപ്പോൾ കുട്ടികൾ ടച്ചാറ് എന്നാക്കിയാലോ അതിനൊക്കെ. അപ്പോൾ അതാണ്. ഇപ്പൊക്കെ ഈ ഇത് വന്നപ്പം കുട്ടികൾ അച്ചാറിനൊക്കെ പേര് മാറ്റി. എന്തായി? ഇവിടെ എപ്പോഴും അച്ചാറാ പേര്. നിങ്ങളറിയായിട്ടാണ്. കാലങ്ങൾ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഏതാണ് ഇതിൽ വെച്ചതെങ്കിൽ ഒക്കെ നമ്മൾ നോക്കിയാൽ അറിയണം. ഒരു കാര്യം ഞാൻ നിർബന്ധിച്ച് പറയാം, ആര് ഏൽപ്പിച്ചാലും ഒരു മരുന്നും ഒരു സാധനവും നിങ്ങളാരും ഏറ്റെടുക്കരുത്. ഏൽപ്പിച്ച ആൾ സത്യസന്ധനാണ്, നമ്മളും സത്യസന്ധനാണ്. ഇത് മരുന്ന് തന്നെയാണ്. പക്ഷെ ഈ മരുന്ന്, ഈ ഗുളിക സൗദിയിൽ അംഗീകാരമുള്ളതാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒന്നും അത്തരം വാങ്ങരുത്. അള്ളാഹു ഖൈറ് തരട്ടെ. ബാഗിലൊക്കെ ശരിയാക്കി വെച്ചു. വലിയ ബാഗൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ആ ബാഗ് പൂട്ടിയിട്ട് ആ ചാവി എടുത്തിട്ട് ചെറിയ ബാഗിൻ്റെ ഏത് പൈസയിൽ വെക്കുക? ചെറിയ ബാഗിൽ വെക്കുക. ചെറിയ അറിയില്ല, ചെറിയ ബാഗിന് 2 അറുണ്ട്. ചെറുതിൽ വെച്ചു. ഇനി അടുത്തത് നോക്കിക്കോളി. ഈ ചെറിയ ബാഗിൽ നമ്മൾ വെക്കേണ്ടത് 1 നമ്മളെ ഹജ്ജിൻ്റെ ദിക്റുള്ള ചെറിയ ബുക്ക്, 2 നമ്മളെ തസ്ബീഹ് മാല, 3 ഡോക്ടർ സർട്ടിഫിക്കറ്റ്. നിങ്ങളൊക്കെ അതൊക്കെ നടത്തിയോ? 65 വയസ്സിന് മുകളിലുള്ളതെന്ന് എഴുന്നേറ്റുന്നാണ്. 2 ഇഞ്ചക്ഷൻ ചെയ്തോ അതോ 1 ചെയ്തോ? 65 വയസ്സിനുള്ളവരൊക്കെ 2 ചെയ്തോ അതോ 1 ചെയ്തോ? അൽഹംദുലില്ലാ. അപ്പം നിങ്ങൾ കാര്യത്തിൽ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത പുതിയ നിയമമാണിത്. അതിന് വലിയ കാരണങ്ങളുണ്ട്. അതായത് ചെറിയ രോഗമുള്ള ആൾക്കാർ ഹജ്ജിൻ്റെ സമയത്ത് ഒരാൾക്ക് ഏത് രോഗം വന്നാലും സൗദിയിൽ ചികിത്സ ഫ്രീ ആണ്. സൗദിയിൽ എന്താണ്? ചികിത്സ ഫ്രീ ആണ്. ചെറിയ അറ്റാക്ക് രോഗി അവിടെ വന്ന അയാൾക്ക് അറ്റാക്ക് ഉണ്ടായി എങ്കിൽ അവിടുത്തെ കിങ് ഫൈസൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യും. 35 ലക്ഷം 40 ലക്ഷം ഉറുപ്പികയുടെ ചികിത്സ അവിടെ ഫ്രീ ആയിട്ട് ചെയ്യും. മനസ്സിലായോ? ഈ വളവ് മനസ്സിലാക്കിയ പല ആൾക്കാരും ചെറിയ ചെറിയ രോഗമുള്ളവരൊക്കെ ഏതിന് വിടുകയാണ്? ഹജ്ജിന് വിടുകയാണ്. ഹജ്ജ് കിട്ടിയാലും ഇല്ലെങ്കിലും ഓപ്പറേഷൻ അവിടുന്ന് ഫ്രീ ആയിട്ട് കഴിഞ്ഞു പോകും. ഇത് ആര് മനസ്സിലാക്കി? ഇത് സൗദി എംബസി മനസ്സിലാക്കി, ഇന്ത്യൻ എംബസി മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നല്ല കർശന പരിശോധനയായി. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചില സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ അത് വളരെ കർശനമാക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ചെയ്തോ ചെയ്തില്ലേ? ഞാനിപ്പോൾ അള്ളാഹു തആല സഹായിച്ചിട്ട് 34ാമത്തെ ഹജ്ജിനാണ് പോകാൻ ഒരുങ്ങുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ എൻ്റെ പവർ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ 1ാമത്തെ ഹജ്ജിന് പോയപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇപ്പം ഈ കൊല്ലത്തിലാണ്. അതിൻ്റെ എന്താണ്? മറ്റീൻ്റെ ഡേറ്റ് മാറ്റലാണ്. അങ്ങനെയാണ് പോകലാണ്. ആദ്യം ചെയ്തില്ല. ഇപ്പം ഈ കൊല്ലം ഇതൊന്നും നടക്കൂല. 2 ഇഞ്ചക്ഷൻ പോയി ചെയ്ത് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയൊക്കെ റെഡിയാക്കി. അപ്പോൾ അതുകൊണ്ട്
മെഡിക്കൽ അതിൻ്റെ ക്രമമായിട്ട് എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അള്ളാഹു ഖൈറ് തരട്ടെ. അതൊക്കെ പൂർത്തിയാക്കിയില്ലേ, പിന്നെ നമുക്ക് വേറെ രോഗം, ഈ സർട്ടിഫിക്കറ്റ് നമ്മളൊപ്പം ഉണ്ടാകും, അതൊന്നുകൂടി കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു ഏതെങ്കിലും നിലക്കൽ ഓപ്പറേഷൻ ചെയ്ത ആളാണെങ്കിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് മുട്ടുംകാലിന് വേദന ഉണ്ടായിട്ട് അവിടെ ഒരു എല്ല് മാറ്റിയിട്ട് വേറൊരു കഷ്ണം വെച്ചിരിക്കണം അവിടെ, അല്ലേ? ഇങ്ങനെയൊക്കെ ശരീരത്തിൽ മാറ്റി വെച്ചതുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം, ഇതിനൊരു കാർഡ് തരും. ഇല്ലെങ്കിൽ എന്താണ്, എമിഗ്രേഷനിൽ ഇങ്ങനെ നമ്മളാണ് സ്ക്രീനിങ്ങിൽ പോകുമ്പോൾ എങ്ങനെ പോയാലും കിണീന്ന് പറയും. അപ്പോൾ ഇയാളെ പരിശോധിച്ചിട്ട് കാണാനില്ലെങ്കിൽ അവിടെ നിർത്തും പിന്നെ നമ്മൾ. അപ്പോൾ നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കമ്പിട്ട കാലുണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. മറ്റൊന്ന്, ചില ആളുകൾക്ക് ഷുഗർ ഡൗൺ ആകലാണ്. ഡൗൺ ആകുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആകും, അയാൾ പെട്ടെന്ന് പിക്കപ്പ് ആവും ചെയ്യും. പക്ഷേ ഇയാൾക്ക് ഷുഗർ ഡൗൺ ആയതാണെന്ന് നമ്മൾ അറിയണ്ടേ. അതുകൊണ്ട് അത്തരം വലിയ രോഗങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ആ ഡോക്ടറെ രേഖ വാങ്ങിയിട്ട് ചെറിയ ബാഗിൽ വെക്കണം. അത് ലഗേജിൽ വെച്ചിട്ട് കാര്യമില്ല. വിമാനത്തിൽ നിന്ന് ഒരാൾക്ക് ഷുഗർ ഡൗൺ ആയി, പെട്ടെന്ന് അയാളെ കടലാസ് നോക്കിയിട്ട് റെഡിയായ 2 മിഠായി കൊണ്ട് പരിഹരിക്കുന്ന വിഷയമാണിത്. 2 മിഠായി കൊണ്ട് പരിഹരിക്കുന്ന വിഷയമാണിത്, ഷുഗർ ഡൗൺ ആയാൽ പരിഹരിക്കൽ, അല്ലേ? അപ്പോൾ അത്ര വേഗം. അതുകൊണ്ട് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ചോദിക്കണം, വാങ്ങണം, നമ്മൾ ചെറിയ ബാഗിൽ കയ്യിൽ വെക്കണം. പിന്നെ ചില ആളുകളുണ്ടാകും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾക്കാർ, അവർ അതും കൂടി ഒന്ന് ഡോക്ടറെ കൊണ്ട് എഴുതിച്ചാൽ മതി. എന്നാൽ പിന്നെ നിങ്ങളടുത്തേക്ക് ആർക്കും വരാതെന്താ മതിയല്ലോ. കാരണം അങ്ങനെയാണ്, ചില ആളുകൾ തൊട്ടതിനൊക്കെ ദേഷ്യം പിടിക്കും. ഒരു ദേഷ്യം പിടിച്ചാൽ അത് നമ്മുടെ ഹാർട്ടിൽ ഒരൊറ്റ പ്രാവശ്യം ഒരു ദിവസം ദേഷ്യം പിടിച്ചാൽ നമ്മുടെ ഹാർട്ടിൽ നിന്ന് അതിൻ്റെ എഫക്റ്റ് പോകണമെങ്കിൽ 24 മണിക്കൂർ കഴിയണമെന്നാണ്. അതുകൊണ്ടാണ് നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസിയത്ത് പറയും, ഔസനി യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരും നബിയെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത് കേട്ടോ എന്ന് പറഞ്ഞു. ദേഷ്യം അറ്റാക്കിന് കാരണമാകും. ദേഷ്യം കൂടുതലുള്ള ആളുകൾക്ക് കിഡ്നി രോഗം വർദ്ധിക്കും. ദേഷ്യം വല്ലാത്തൊരു ഒരൊറ്റ ദേഷ്യം മതിയല്ലോ കിണറ്റത്തുള്ളാൻ, അല്ലേ? ഇങ്ങോട്ട് കയറണമെങ്കിൽ എത്ര ദേഷ്യം വേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്. ഒറ്റ ദേഷ്യത്തിൽ എവിടെ എത്തി? കിണറ്റിലെത്തി. ഇനി ഇങ്ങോട്ട് കയറാൻ എത്ര ദേഷ്യം പിടിക്കേണ്ടി വരും അവിടെ വന്നിട്ട്? അപ്പം അതാ പറഞ്ഞത്, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടല്ലേ ആരും ആരോടും. ഇപ്പം നമ്മളൊക്കെ കുട്ടികളോടൊക്കെ ദേഷ്യപ്പെടുകയാണ്. ദേഷ്യം എന്നത് പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിൽക്കുന്ന ആൾക്ക് ദേഷ്യം പിടിച്ചാൽ ഇരിക്കുക, ഇരിക്കുന്ന ആൾക്ക് ദേഷ്യം പിടിച്ചാൽ അവിടെ കിടക്കുക. അതേ സമയത്ത് നമ്മളോ കിടക്കുന്ന ആൾക്ക് ദേഷ്യം പിടിക്കാന്ന് വെച്ചാൽ അയാൾ എണീറ്റ് ഇങ്ങോട്ട് വരികയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. ഒരേ സ്വഹാബിയോട് 3 പ്രാവശ്യം നബി തങ്ങൾ ആവർത്തിച്ചു, ലാ തഗ്ളബ്, ദേഷ്യപ്പെടരുത്. ദേഷ്യം വല്ലാത്തൊരു ഒരു സംഗതിയാണ്. വല്ലാതാണ് ദേഷ്യപ്പെടുമ്പോൾ അവിടെ നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മളല്ല, ശൈത്താനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണോ നമുക്ക് അത്തരം രോഗമുള്ളത് അത് ചെറിയ ബാഗിൽ വെച്ചു. ഇനി പാസ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ അത് ചെറിയ ബാഗിൽ വെക്കുക. അങ്ങനെ ഇൻഷാ അള്ളാഹ് ചെറിയ ബാഗിൽ പാസ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട്, യാത്രയിൽ ഉപയോഗിക്കാനുള്ള മരുന്ന്, തസ്ബീഹ്മാല, നമ്മളെ ദിക്റിൻ്റെ കിതാബ്, ഈ വക സംഗതികളൊക്കെ ചെറിയ ബാഗിൽ. എന്നിട്ട് ചെറിയ ബാഗ് ഇവിടെ നെഞ്ഞത്ത് വെക്കുക, നമ്മളെ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിടുക, എപ്പോഴും നമുക്ക് ഓർമ്മയ്ക്ക് കാണാൻ. അപ്പം നമ്മളെ നെഞ്ചിൽ ഇവിടെ 2 സംഗതിയായി. ഒന്നേതാ? ഒന്ന് ഷഹാദത്തി കലിമ. ആഖിറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഏത് വേണം? ഷഹാദത്തി കലിമ വേണം. രണ്ടാമത്തെ ഏതാ? പാസ്പോർട്ട്. ദുനിയാവ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഏതും വേണം? പാസ്പോർട്ടും വേണം. 2 യാത്രയും നമ്മളെ നെഞ്ഞത്താണുള്ളത്. അതുകൊണ്ട് ഈ ബാഗ് എവിടെ മറന്നു വെക്കരുത്? ബാത്റൂമിൽ മറന്നു വെക്കരുത്. ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹു ഖൈറ് തരട്ടെ. ഒരു ഉമ്മ എമിഗ്രേഷൻ ഉസ്താദ് എന്ത് കളിച്ചാലും നമ്മളെ ചെറിയ ബാഗ് ആ സ്ക്രീനിലിടാൻ പറഞ്ഞാൽ ഉമ്മ ഇടൂല. കാരണം ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു ഈ ബാഗ് കൊടുക്കരുത്. എന്ത് കളിച്ചിട്ടും കൊടുക്കണ്ടേ. അവസാനം ഞാൻ തന്നെ പോയിട്ട് ആ ഉമ്മാൻ്റെ അടുത്ത് ബാഗ് വാങ്ങിയിട്ട് ഞാൻ വാങ്ങുമ്പോഴും ആ ഉമ്മ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറഞ്ഞ ബാഗാട്ടോന്ന്. അപ്പം അങ്ങനെ ഉണ്ടാകും. ചില ആൾക്കാർ മനസ്സിലാക്കി വെച്ചത് ഉറപ്പിച്ച് നിൽക്കണമല്ലോ. അങ്ങനെയേ വേണ്ടത്. അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പം ഇൻഷാ അള്ളാഹ് ചെറിയ ബാഗുമായി വലിയ ബാഗുമായി റെഡിയല്ലേ? ഇനി ഇഹ്റാമിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങല്ലേ? നിങ്ങളെന്തേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാം തീരുമാനിച്ചു. അള്ളാഹു ആഫിയത്ത് തരട്ടെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇഹ്റാമിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇഹ്റാമിന് മുമ്പ് ചെയ്യേണ്ട ചില സുന്നത്തുകൾ പ്രധാനപ്പെട്ടതാണ്.
നഖം മുറിക്കുക, അതായത് ശരീരം വൃത്തിയാക്കുക, നഖം മുറിക്കുക. ഗുഹ്യരോമങ്ങളും കക്ഷരോമങ്ങളും പോലത്തത് വൃത്തിയാക്കുക. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് ബേജാറില്ലെങ്കിൽ ഞാൻ വേഗത്തിൽ പറഞ്ഞുതരാം. ബേജാറാകുമോ? ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഒരാൾ തളർന്ന് വീണിട്ട് എനിക്ക് എടുത്ത് നടത്താനൊന്നും കഴിയില്ല, ഉറപ്പന്നല്ലേ? ശരി, ഒന്നാമത്തെ സംഗതി എന്താ? നിങ്ങൾ നമ്മളെ മയ്യത്ത് നമ്മളൊന്ന് കുളിപ്പിക്കുക. അതാണിപ്പോൾ ഈ ഒരുങ്ങണത്. വേറൊരാൾ കുളിപ്പിച്ചാൽ 3 തുണി നമുക്ക് കിട്ടും. എത്ര തുണി കിട്ടും? നമ്മൾ തന്നെ കുളിപ്പിക്കുമ്പോൾ ഇനി എത്ര തുണിയേ കിട്ടുള്ളൂ? പക്ഷെ വേറൊരാൾ കുളിപ്പിക്കുമ്പോൾ വേറൊരു സുഖമുണ്ട്. എന്താ? നമ്മളൊരു വാഹനത്തിൽ അവർ കൊണ്ടുപോകും, ഇത് നമ്മൾ തന്നെ നടന്നു പോകേണ്ടി വരും. അപ്പോൾ നമ്മളെ ജനാസ നമ്മളെന്ന് കുളിപ്പിക്കുന്ന രീതിയിൽ അത്ര കണ്ട് ഒരുങ്ങുക. ഇതിൻ്റെ ഒരു ആത്മീയമായ വശം നമ്മൾ മനസ്സിലാക്കാനാണ്. അത്ര കണ്ട് ഒരുങ്ങണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൻ്റെ പുറഭാഗം വൃത്തിയാക്കേണ്ട അത്തരം കാര്യങ്ങൾ, നഖം മുറിക്കൽ, അതുപോലെ തന്നെ രോമങ്ങളൊക്കെ വൃത്തിയാക്കൽ, അതൊക്കെ നന്നായിട്ട് ചെയ്ത് റെഡിയായി. എന്നിട്ടോ ചുക്കിച്ചുളിഞ്ഞ സ്ഥലങ്ങളിലും കാലിൻ്റെ നഖം, നമ്മൾ ജനിച്ചപ്പോൾ കാലിൻ്റെ നഖമൊക്കെ ഏതേലും വെളുത്ത നിറമായിരുന്നു. ഇപ്പോൾ പുളുങ്ങൻ്റെ കുരു പോലെയാണ് ഇപ്പോൾ അതിൻ്റെ നിറമുള്ളത്. എന്തുകൊണ്ട്? ഭയങ്കര കുളിയല്ല നമ്മൾ കുളിക്കലുണ്ട്, പക്ഷേ നഖമൊന്നും അത്ര വരച്ച് വൃത്തിയാക്കാറില്ല. കാലിൻ്റെത് ഉണ്ടോ? നമ്മൾ എല്ലാത്തിനും 5 നേരം ഒതു കൊടുക്കുന്നുണ്ട്. ഒരു ചങ്ങായി നാളെ ഹൗദിൻ്റെ അവിടെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒതു കൊടുക്കുന്നു, തല തടവാൻ, ഇവിടെ തടവാൻ. അപ്പോൾ കണ്ടങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം കാട്ടിക്കൂട്ടലാണ് നമ്മൾ. ഒന്ന് ശ്രദ്ധിക്കണം. നല്ല തേച്ച് ഉരച്ച് എണ്ണ താളിയോ സോപ്പോ ഒക്കെ ഇട്ട് നന്നായിട്ട് കുളിക്കുമ്പോൾ ഒരു നിയ്യത്ത് വേണം. ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുളിച്ചോ? കുളിച്ചില്ലേ? റെഡിയല്ലേ? നിങ്ങൾ എവിടെ ഇപ്പോൾ ഒരു ബാക്ക് പോയല്ലോ? ഒന്ന് എഴുന്നേറ്റേക്ക്. സ്വലാത്തുല്ലാഹ് നിങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റിയ ആരോഗ്യം ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ ഒന്ന് വേണം നോക്കാം. 2 കൈ ഒന്ന് പൊക്കി പിടിക്കും. എറിയാൻ വെക്കോ നിങ്ങൾക്ക് എന്നൊന്നും അറിയാളൂ. നോക്കിക്കോളി. മുട്ടാൻ പറഞ്ഞിട്ടില്ല, മുട്ടാൻ പറഞ്ഞിട്ടില്ല. അധികം ആകണ്ട, പറഞ്ഞു ചെയ്താൽ മതി. എവിടെയും കൊണ്ടുപോകാൻ കളയാം. അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഇങ്ങക്ക് എങ്ങനെ ആരോഗ്യമില്ലാതിരിക്കുക? നിങ്ങൾ ഭാര്യ വീട്ടിൽ നിന്ന് കോഴിമുട്ട അങ്ങനത്തെ ഡാൻസ് എടുത്തിട്ടല്ലേ കിട്ടിയത്. അപ്പോൾ അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച് നോക്കണം. കുളിച്ചു, ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി കുളിച്ചു. കുളി കഴിഞ്ഞിട്ട് സഹോദരിമാർ ഡ്രസ്സ് മാറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ ഷോക്സ് കാലിന് ധരിക്കണം. സഹോദരിമാരെ അടിവസ്ത്രത്തിലിടുന്ന പാൻ്റ് ഉണ്ട്, അത് പാവാട അല്ല, നല്ലത് പാൻ്റാണ്. അതെങ്ങനെയായിരിക്കണം? നമ്മളെ കാലിൻ്റെ നെരിയാണിൻ്റെ അവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കണത്. ഇപ്പം ഞാനിപ്പോൾ കണ്ടങ്ങൾ എൻ്റെ ഒരു കാല് പൊക്കി പിടിച്ചാൽ മറ്റേ കാലിൻ്റെ നിറങ്ങൾ കാണുന്നുണ്ടോ അല്ലേ? അതാ, ഇത് കാണാതിരിക്കാനാണ് നമ്മൾ ഏത് പറഞ്ഞത്? പാൻറ്റ്, പെണ്ണുങ്ങളെ വസ്ത്രത്തിൻ്റെ അടിവസ്ത്രമായ പാൻറ്റ് എന്താക്കണം? അത് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കണത്, അതാണ് നല്ലത്. അങ്ങനെ സഹോദരിമാർ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കുളി കഴിഞ്ഞിട്ട് നല്ലപോലെ മുടി ചീകി വെച്ചിട്ട് പെണ്ണുങ്ങൾക്കൊരു തൊപ്പിയുണ്ട്. ഇവിടെ കണ്ടോ? അത് ഉണ്ടോ? ആ തൊപ്പി ഒന്ന് ഇടുന്നത് നല്ലതാണ്. എന്തുകൊണ്ട്? മുടിയൊക്കെ ആ തൊപ്പിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നോളും. ഇൻഷാ അല്ലാഹ് അതുമായി. ഇനി പെണ്ണുങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? പെണ്ണുങ്ങളെ പർദ്ദൻ്റെ കൈയൊക്കെ പിഞ്ച മാതിരി ഇങ്ങനെ അയഞ്ഞു നിൽക്കണതാണ് അല്ലേ? ഒന്നിരിക്കൽ ഇവിടെ എന്ത് വേണം? ഒരു ബട്ടൺ ഈ കെണിപ്പിൻ്റെ ഇവിടെ കൊടുക്കണം. അതല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? അറബി പെണ്ണുങ്ങളെ മാതിരി ഇതിൻ്റെ അടിയിൽ ആണുങ്ങൾക്ക് ബനിയനുള്ള മാതിരി പെണ്ണുങ്ങൾക്കുണ്ട് ഇങ്ങനെ ഇല്ലേ? നമ്മളെ നാടൻ പെണ്ണുങ്ങൾ ഷോക്സ് മുറിച്ചിട്ടെങ്കിലും ഇട്ട് കൊടുക്കലുണ്ട് പലപ്പോഴും. ഏതായാലും സെമി അല്ലാഹു പറയുമ്പോൾ ഇതിങ്ങനെ താഴോട്ട് വരുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവിടെ ശ്രദ്ധിക്കണം. പിന്നെ മുഖമക്കന ധരിക്കുമ്പോൾ മുടി മുളക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് താഴ്ത്തി ഒരൽപ്പം, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് താടിയെല്ലിൻ്റെ അറ്റം. താടിയെല്ലിൻ്റെ അറ്റം എന്ന് ഇവിടെ കഴുത്തിലല്ല, അത് ഇവിടെയാണ്. ഇവിടെയാണ് പിന്നു കുത്തേണ്ടത്. അല്ലാഹു റബ്ബി, താടിയെല്ലിൻ്റെ അറ്റം ഇവിടെ. അപ്പോൾ ഇത്ര സ്ഥലം മാത്രം. ഇനി ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ഏതാണ്? പാടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ പാടില്ലാത്ത കാര്യങ്ങളൊന്ന് പഠിക്കണം. അതിന് ഇൻഷാ അല്ലാഹ് വരാം. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അല്ലാഹു ഖൈറ് തരട്ടെ. കുളിച്ചു, ഡ്രസ്സ് മാറ്റി. പെണ്ണുങ്ങളെ ഡ്രസ്സ് മാറ്റാൻ കുറച്ച് സമയം വേണ്ടി വരും അല്ലേ? നമുക്ക് നമ്മളത് നോക്കല്ലേ?
നിങ്ങൾ അതിനുമില്ലേ? പുരുഷന്മാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കൂളി കഴിഞ്ഞ് കൂളി കഴിഞ്ഞൊക്കെ റെഡിയായി അല്ലേ? ഞമ്മക്ക് പ്രധാനപ്പെട്ട വസ്ത്രം ഒരരയുടുപ്പാണ്. ഏതാണ്? ഒരരയുടുപ്പ്. അതിപ്പോൾ കടയിൽ വാങ്ങുമ്പോൾ പറ്റ നേഴ്സായത് വാങ്ങണ്ട, നീരടിച്ചിട്ട് ഔറത്ത് ഇങ്ങനെ കാണുന്ന രീതിയാകണ്ട, കുറച്ചൊരു കട്ടിയുള്ളതുണ്ട്. അപ്പോൾ അത് വാങ്ങിയാൽ അതാണ് ഏറ്റവും നല്ലത്. ഒരരയുടുപ്പ്, അതാണ് പുരുഷന്മാരുടെ ഭക്ഷണം വസ്ത്രം. ആ അരയുടുപ്പ് ഉടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചില ആളുകൾക്ക് എൻ്റെ മാതിരി വയറൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെ ഉടുത്താലും എവിടെ ഉണ്ടാവുകയുള്ളൂ? നമ്മളിവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് കണ്ടോ നിങ്ങൾ ഇല്ലേ? ഇവിടെ ചെക്ക് പോസ്റ്റ് ഇല്ലേ? ഇന്നെ തന്നെ നോക്കണ്ട, നിങ്ങളെ നോക്കിയാലും മതി. അള്ളാഹു ഖൈറ് തരട്ടെ. നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ മേലോട്ട് കേരളം, താഴോട്ട് തമിഴ്നാട്. അതുകൊണ്ട് തമിഴ്നാടിൻ്റെ അതിർത്തിക്ക് പോകണ്ട. നമ്മളെ ഡ്രസ്സ് എവിടേക്ക് വേണം? അതിങ്ങനെ ഉയർത്തി വേണം. ആ ചെക്ക് പോസ്റ്റിൻ്റെ മുകളിലായിട്ട് നല്ല പോലെ ആ അരയുടുപ്പ് വെച്ചിട്ട് നമുക്കൊരു ബെൽറ്റ് കെട്ട, ചരട് കെട്ട, നൂല് കെട്ട ഒക്കെ പറ്റും. ഒരു കുഴപ്പമില്ല. അരയുടുപ്പ് റെഡിയായില്ലേ? റെഡി. രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പുതക്കാം, ഒരു മേൽ പുതപ്പ്. നിങ്ങൾ ആ പുതപ്പ് എന്ന് മനസ്സിലാക്കി അവിടെ പുതച്ച് വെച്ചാൽ മതി. അതിന് വലത്തെ ചുമല് വെളിവാക്കണം. അതൊക്കെ സമയമാകുമ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? സാധാരണത്തെ പോലെ ഇങ്ങനെ ഇട്ടാൽ മതി. അള്ളാഹു തൗഫീക്ക് തരട്ടെ. 2 വസ്ത്രം മാത്രം പുരുഷന്മാർക്ക്. അള്ളാഹു റബ്ബി. അപ്പം ഇവരോട് പറയട്ടെ, നമ്മൾ കണ്ടോ, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് എൻ്റെ അടുത്ത് ശ്രദ്ധിക്കാം. ഇതാ ഇഹ്റാമിൻ്റെ നിയ്യത്ത് ചെയ്താൽ, ഇഹ്റാമിൻ്റെ നിയ്യത്ത് ചെയ്യാൻ നമ്മൾ ഇഹ്റാമിൻ്റെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ സഫറിന് ഒരുങ്ങാണ്. ഇപ്പം നമ്മൾ ഏത് ചെയ്തിട്ടുള്ളൂ? കുളി മാത്രം ചെയ്തിട്ടുള്ളൂ, പിന്നെ ഡ്രസ്സും മാറ്റി. ഇനി നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ പുരുഷന്മാർക്ക് പാടില്ലാത്തത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആർക്ക് പാടില്ലാത്തത്? പുരുഷന്മാർക്ക് പാടില്ലാത്തത്. 1, തൊപ്പി ധരിക്കാൻ പാടില്ല. തല മറക്കരുത് എന്നർത്ഥം. തൊപ്പിയായാലും ടവലായാലും തല മറക്കാൻ പാടില്ല. 2, തുന്നപ്പെട്ട വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. ജഡ്ഡി, ബനിയൻ, ഷർട്ട്, പാൻറ്, ഇതൊന്നും പുരുഷന്മാർക്ക് പാടില്ല. ഇനി അത് പറ്റുമോ ഇത് പറ്റുമോ എന്നൊന്നും ചോദിക്കേണ്ടതില്ല. അത് പിന്നെ പ്രത്യേകം വേറെ വല്ലതും ഉണ്ടെങ്കിൽ അത് വേറെ നമുക്ക് ചോദിച്ച് പഠിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഈ സഭ ഉപയോഗപ്പെടുത്തേണ്ട. ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇൻഷാ അല്ലാഹ്. തൊപ്പി, ബനിയൻ, ജഡ്ഡി, ഇതൊന്നും പുരുഷന്മാർക്ക് തുന്നപ്പെട്ട വസ്ത്രം പറ്റില്ല. അപ്പം 2 പുരുഷന്മാർക്ക് പറ്റാത്തത്. സ്ത്രീകൾക്ക് പറ്റാത്തത് എന്താണ്? 1, കയ്യുറ ധരിക്കരുത്. 1 ഏതാണ്? കയ്യുറ ധരിക്കരുത്. 2, മുഖം മറക്കരുത്. 2 ഏത് മറക്കരുത്? മുഖം മറക്കരുത്. അപ്പോൾ സ്ത്രീകൾക്ക് 2, പുരുഷന്മാർക്ക് 2 വസ്ത്ര കാര്യത്തിൽ. ഇനി സ്ത്രീക്കും പുരുഷന്മാർക്കും ഒരുപോലെ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും തലമുടിയിലും താടിമുടിയിലും ഒന്നും എണ്ണ, വെളിച്ചെണ്ണ അതുപോലത്തതൊന്നും പുരട്ടാൻ പറ്റൂല. പിന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും സുഗന്ധങ്ങൾ അത്ര പോലത്തത് ഉപയോഗിക്കാൻ പറ്റൂല. സ്ത്രീകൾ അവർ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കളിയും തമാശയും ഒന്നും പാടില്ല. അതേപോലെ തന്നെ അവർക്ക് നിക്കാഹ് സ്വീകരിക്കാനോ നിക്കാഹ് ചെയ്തു കൊടുക്കാനോ അങ്ങനത്തെ വിഷയം പാടില്ല. ഇപ്പം പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചങ്ങൾ അള്ളാഹു ഖൈറ് തരട്ടെ. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് 2 സുന്നത്ത് നിസ്കരിക്കാനുണ്ട്. 1, യാത്രയുടെ സുന്നത്ത്. 1 ഏതാണ്? അത് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ടതാണ്. അത് നമ്മൾ എവിടുന്ന യാത്ര പുറപ്പെടുന്ന അവിടുന്ന് നിസ്കരിക്കേണ്ടതാണ്. 2 റക്അത്ത് സഫറിൻ്റെ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, ഫാത്തിഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2 ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്. ഏതെങ്കിലും സ്ത്രീക്ക് അശുദ്ധി ഉണ്ടെങ്കിൽ ഓളും കുളിക്കുക, ഓളും ഡ്രസ്സൊക്കെ മാറ്റുക, ഒക്കെ റെഡിയാകുക. നിസ്കാരം മാത്രമേ പറ്റാത്തതുള്ളൂ. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഉള്ള നിസ്കാരങ്ങളുണ്ട്, അത് അവൾക്ക് പറ്റൂല. ബാക്കി എല്ലാത്തിനും ഓളും കൂടുക. അള്ളാഹു ഖൈറ് തരട്ടെ. ഇനി നമുക്ക് പോകല്ലേ? 2 റക്അത്ത് നിസ്കരിച്ചോ? അതിങ്ങൾക്ക് വേഗം കഴിയും. നിങ്ങൾ എന്ന് തുടങ്ങിയ യാത്ര? നിങ്ങൾ ദുബായിൽ പോയി, അബുദാബി പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഇതെല്ലാം നിങ്ങൾ പരിചയപ്പെട്ടതല്ലേ? ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചില്ലേ? നിസ്കാരം കഴിയുമ്പോഴേക്ക് ഞമ്മക്കൊന്ന് ചെല്ലണ്ടേ? അന്താത്തൊലു നിങ്ങളെ ചെല്ലുന്ന രൂപം കണ്ടു നോക്കുമ്പോൾ 4 മുത്തഅല്ലിമീങ്ങളും കൂടി ഉണ്ടാകുക നല്ലത്. നിങ്ങളെ ചെല്ലുന്നത് ഒരു ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലാജാനല്ലേ? അപ്പോൾ നമ്മളെ പള്ളിയിൽ ഓതുന്ന 4 കുട്ടികളുണ്ട്. ഓലെ വിളിക്കല്ലേ? വിളിച്ചു നമ്മളെ മദ്രസ ഉസ്താദന്മാരെ ഓലെയും വിളിച്ചു, പള്ളിക്കത്തെ കാളിയാരെ
മൂപ്പരും വിളിച്ച് ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, നമ്മളാ വലിയ ബാഗൊക്കെ വാങ്ങി ഇതൊക്കെ റെഡിയാക്കിയത് ആ കൂട്ടത്തിൽ കുറച്ച് 500ൻ്റെ നോട്ടും കുറച്ച് 200ൻ്റെ നോട്ടും അതൊന്ന് പുതിയത് റെഡിയാക്കി വെക്കുക. ഏതെങ്കിലും ചിലവാകാത്തത് ഇതിന് കൊടുക്കാനുള്ളതല്ല. അങ്ങനെ ഉണ്ടല്ലോ. പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്രക്കാരൻ ഇങ്ങനെ വിൽപ്പന നടത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇങ്ങനെ പോകാൻ നേരത്തെ ഒരാൾ ഡോറിങ്ങൽ വന്ന് എവിടെ പത്രം കൊണ്ടാന്ന്. അപ്പോൾ പത്രക്കാരന് പത്രം കൊടുത്തു. പത്രം കൊടുക്കുമ്പോൾ ഇവനൊന്ന് ചിരിച്ച്, പൈസ കൊടുക്കുമ്പോൾ മറ്റേ ആളും ചിരിച്ച്. കുറച്ചങ്ങോട്ടെത്തി ഇയാൾ സീറ്റ് പോയിരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ എന്താ പത്രം തരുമ്പോൾ ഇവൻ ചിരിച്ചത്. നോക്കുമ്പോൾ ഇത് പഴയ പേപ്പറാണ്, കഴിഞ്ഞ കൊല്ലത്തെ പേപ്പറാണ് കൊടുത്തത്, അതാ ഓൻ ചിരിച്ചത്. പൈസയും വാങ്ങിയിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് പോയപ്പോൾ ഇയാൾക്ക് കണ്ടൊരു ഓർമ്മ, എന്താ പൈസ തരുമ്പോൾ അയാൾ ചിരിച്ചത്. നോക്കുമ്പോൾ എടുക്കാത്ത നോട്ടാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഗതി നല്ലത് തന്നെയാണ്. പക്ഷേ ഏതിന് വേണ്ട, ഹജ്ജിന് അങ്ങനത്തെ സംഗതിക്ക് നിൽക്കേണ്ട. അള്ളാഹു ഖൈറ് തരട്ടെ. ഇനി അത് ബുഖാരിയിലുണ്ടോയെന്ന് ചോദിക്കേണ്ട, അതൊക്കെ അമ്മാമാൻ്റെ ഹദീസിൽ പണ്ടേ കേട്ട സംഗതിയാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, പുതിയ നോട്ടാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ആ മൗലിദൊക്കെ ഓതിക്കഴിഞ്ഞാൽ മുത്താലിമീങ്ങൾ അങ്ങനെ ഓൽക്കൊക്കെ ഒരു 200. വലിയ ഉസ്താദിന് എത്ര? എന്താ നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോഴും പൈസ കൂടിയിട്ടില്ല? ഇപ്പോഴും 50, 50, 100 തന്നെ. ഇവിടെ ഏത് പോയത്തക്കാർ ഉസ്താദന്മാരാണ് നിൽക്കുന്ന? അതാ പറഞ്ഞത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതാണ് സ്ത്രീകൾക്ക് കൊടുക്കാനുള്ളത് ഓലെ തന്നെ കൊടുക്കണം. നമ്മളെ ഉമ്മയാണ് ഹജ്ജിന് പോകുന്നത്. അപ്പുറത്തെ 2 വീടിൻ്റെ അപ്പുറത്തൊരു സഹോദരിയുണ്ട്. ഓരോ ഭർത്താവ് മരിച്ചതാ, 3 യത്തീം കുട്ടികളെ നോക്കുകയാണ്. ഈ ഉമ്മ അവർക്ക് വലിയ സഹായമാണ്. ആ വിധവയായ പെണ്ണും 2 യത്തീം കുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഉമ്മാനെ യാത്രയാക്കാൻ വന്ന് നിൽക്കുമ്പോൾ ആ സഹോദരിയുടെ കയ്യിൽ 500 റുപ്യ കൊടുത്തിട്ട് മോളെ ഞാൻ പോയി വരട്ടെ, നീ ദ്വാരക്കണേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അവിടെയാണ് അസ്സദഖത്തു റദ്ദുൽ ബലായ, സദക്ക ആപത്തുകളെ തടുക്കും എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇൻഷാ അള്ളാഹ് ആ സദക്കൊക്കെ ഒന്ന് ചെയ്ത് അപ്പോഴേക്ക് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് സ്വന്തം ഒന്ന് ദ്വാർന്ന് ആ ദ്വായും കഴിഞ്ഞിട്ട് പോകല്ലേ. അപ്പം ആ പോക്കിൽ പുട്ടും കുറ്റിന്ന് പുട്ടു പോകണം, അതിലല്ല പോകേണ്ടത്. പിന്നെന്താ, അവിടെ കൂടി നിൽക്കുന്ന ആളുകളോടൊക്കെ അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക്, അത് നമ്മളെ ബുക്കിലുണ്ട്. അത് പഠിച്ചോര് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ദ്വാർക്കുക. ഇല്ലേ നമ്മളെ മലയാളത്തിൽ മക്കളെ ഞാൻ പോയി വരട്ടെ ഇൻഷാ അള്ളാഹ്, എല്ലാ സ്ഥലത്തും ഞാൻ നിങ്ങൾക്ക് ദ്വാർക്കും, നിങ്ങളെല്ലാം എനിക്ക് ദ്വാർക്കണേ എന്നും പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നമ്മളാണ് പുറപ്പെടല്ലേ. ഇൻഷാ അല്ലാഹ് അൽ ഫാത്തിഹ. ഫാത്തിഹയും ഓതിക്കൊണ്ട് അങ്ങനെയാണ് ഇറങ്ങുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വാഹനത്തിൽ കയറിയിരുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദി. നിങ്ങളിങ്ങനെ ചെല്ലൽ കേട്ടാൽ ഇത് എനിക്ക് കാണാതെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോലെ, മനസ്സിലായില്ലേ? നമ്മൾ മറക്കാതെ ചെല്ലി വണ്ടി പുറപ്പെട്ടു പോവല്ലേ. നിങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി കയറി ഇരുന്നില്ലേ. അള്ളാഹു റാഹത്ത് തരട്ടെ. പുരുഷന്മാരോടും സ്ത്രീകളോടൊക്കെ യാത്ര പറഞ്ഞ് ഇൻഷാ അള്ളാഹ്. നമ്മൾ ഏത് വിമാനത്താവളത്തിലാണ്? കണ്ണൂരോ കാസർഗോഡോ? കണ്ണൂർ അല്ലേ? ഇവിടുന്ന് ആളെല്ലാം കണ്ണൂരല്ലേ, നമ്മളെല്ലാം കോഴിക്കോടാണ്. കോഴിക്കോട്ടുകാർക്കൊരു പവറുണ്ട്. എന്താണത്? കുറച്ച് പൈസ ആസ്തിയാണ്. എങ്ങനെ? കുറച്ച് പൈസ ആസ്തി. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവുന്നു. സാധാരണ ചായപ്പൊടിയും 5 സ്റ്റാർ റേറ്റൊരു വ്യത്യാസം ഉണ്ടാവില്ലേ? അതിലിപ്പോൾ നിങ്ങളും അങ്ങനെ 5 സ്റ്റാറിലാകാൻ ഞാൻ ദ്വാർക്കണോ അതല്ല ഓലത് കുറക്കാൻ ദ്വാർക്കണോ? ഏതാ വേണ്ടി? അള്ളാഹു ഖൈറ് തരട്ടെ. കണ്ണൂർ വിമാനത്താവളത്തിലെത്തി. ഹജ്ജ് കമ്മിറ്റിയുടെ ഓർഡർ പ്രകാരം എന്താ പറഞ്ഞത് അത് ചെയ്യാം. ഓർഡർ പ്രകാരം അവിടെ വെച്ച സംഗതികളുണ്ടാവും. അത് പ്രകാരം അവിടെ എത്തി. ലഗേജുകളൊക്കെ കൊടുക്കേണ്ടടുത്ത് കൊടുത്തു. നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്തൊക്കെ കൊടുത്തു. നമ്മുടെ ലഗേജ് അത് വിമാനത്തിലേക്ക് ഹജ്ജ് കമ്മിറ്റീൻ്റെ ആളുകൾ കൊണ്ടുപോകും. പ്രൈവറ്റ് ആകുമ്പം അവരെ കമ്മിറ്റീൻ്റെ ആളുകൾ കൊണ്ടുപോകും. ആ കൊടുക്കുമ്പം പിന്നെ മറക്കണ്ട. ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് എഹ്റാം മാറ്റാതെ അവർ എഹ്റാമിൻ്റെ ഡ്രസ്സ് കയ്യിൽ കരുതും. ആ കയ്യിൽ കരുതുന്നത് വേറെ തന്നെ കരുതണം. അത് ഒരു ലഗേജിലും പോകണ്ട. പിന്നെ അവിടെ വെച്ചിട്ട് സ്വിപ്പാവും നമ്മൾ. അപ്പോൾ ഇരിക്കാട്ടെ ഇൻഷാ അള്ളാഹ്. നമ്മൾ എയർപോർട്ടിലെത്തി, നല്ല റാഹത്തായി. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. എന്താ വന്നത്? 12:10 നമ്മുടെ വിമാനം പുറപ്പെടും.
ഇപ്പം സമയം എത്രയായി? ഇപ്പം 10:10 അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? വേഗം ഇഹ്റാമിൻ്റെ നിസ്കരിക്കാൻ വേണ്ടി ഓർഡർ വന്നു. എന്നാൽ നിസ്കരിക്കല്ലേ? അതിന് ഒന്നുണ്ടോ? അങ്ങനൊരു സംഗതി ഉണ്ട്. ഇതിന് ഏതില്ല ഞാൻ പറ്റൂല. തിരക്കിനടിയിൽ ചിലപ്പോൾ അതങ്ങ് മറന്നു പോകും. തിരക്കിനടിയിൽ നാട്ടിൽ നിന്നെടുത്ത ഒതു തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാത്തിക്കേണ്ട, ഒതു ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു റബ്ബി. കോളേജ് കുട്ടികൾ ഒന്നായിട്ട് തിരക്കിൽ കോളേജ് വിട്ട് വന്ന് പള്ളിയിൽ ഭയങ്കര തിരക്ക്. ലോ കോളേജ് മറ്റേ കോളേജ് എല്ലാം കൂടി കുട്ടികളെല്ലാം കൂടി ജുമാ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പോഴേക്ക് മെമ്പർ മാനിയ അള്ളാഹു ആഫിയത്ത് തരട്ടെ, അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ, പടച്ചോനെ നീ ശിഫ കൊടുക്കണേ നമ്മളെ ബുർദ അമാനി. അൽഹംദുലില്ലാ. അയാളെ മനസ്സിൻ്റെ ധൈര്യം അദ്ദേഹത്തെ ഇങ്ങനെ നടത്തുന്നത്. പടച്ചോനെ ആഫിയത്ത് നിലനിർത്തണേ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കോളേജ് കുട്ടികളെല്ലാം കൂടി വന്ന് അപ്പോഴേക്കെന്തായി? ജുമാ നിസ്കാരം തുടങ്ങി. ഒരു കുട്ടിക്ക് 2 റക്അത്ത് കിട്ടി, കുറച്ച് കുട്ടിക്ക് 1 റക്അത്ത് കിട്ടി, കുറച്ച് കുട്ടിക്ക് അത്തഹിയാത്ത് കിട്ടി. പക്ഷെ കുട്ടികൾ അവരെ കൊണ്ടൊരു ശല്യം വേണ്ടാന്ന് വിചാരിച്ചിട്ട് സലാം ചെല്ലുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സലാം വീട്ടി. കോളേജ് കുട്ടികൾ കുഴപ്പാക്കി എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് പോരുമ്പോൾ കുഞ്ഞുങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പം എന്താ, അല്ലടോ എനിക്ക് ജുമാ കിട്ടിയോ? കിട്ടി. എത്ര റക്അത്ത് കിട്ടി? 2 റക്അത്ത്. എനിക്ക് 1 റക്അത്ത്. നിനക്കോ? എനിക്ക് അത്തഹിയാത്ത് കിട്ടിയെന്ന്. കുറേ ആൾക്കാർക്ക് അത്തഹിയാത്ത കിട്ടിയിട്ടോ. എടോ അത്തഹിയാത്ത് കിട്ടിയാൽ എങ്ങനെ ജുമാ കിട്ടും? നീ മിണ്ടാണ്ടിക്കടോ. അതെന്നെ കിട്ടിയത് ഒതു എടുക്കാത്തത് കൊണ്ടാണ്. ഒതുവിന് തിരക്കിയാൽ അതും കിട്ടൂലെന്ന്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ ഒതു പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാങ്ക് കയറിയതുകൊണ്ടാണ് ഏത് കിട്ടിയത്. അപ്പം നമ്മൾ ഇങ്ങനെ തിരക്കപ്പെട്ടുകൊണ്ട് ആ കാര്യമുള്ളത് മറന്നു പോകാൻ വേണ്ടി നിൽക്കണ്ട. അള്ളാഹു തആല നമുക്ക് പഠിച്ചത് ഓർമ്മയാക്കി ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഇഹ്റാമിൻ്റെ സമയമായാൽ ഇനി 2 റക്അത്ത് നിസ്കരിക്കണം. ഒന്ന് നോക്കിക്കോളി. ഇഹ്റാമിൻ്റെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഇപ്പം ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഉംറയാണ് നിയ്യത്ത് ചെയ്യുക. ഏതാണ്? ഉംറയാണ്. അധിക പേരും ഉംറയായിരിക്കും. ഇനി ഹജ്ജിൻ്റെ തൊട്ടടുത്ത് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഏതുണ്ടാവുള്ളൂ? ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോകുന്നവരുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഉംറ തന്നെയാണ് അധിക പേരും. ഈ ഗവൺമെൻറ്റും ഒക്കെ കൊല്ലം പോകണം, എല്ലാവരും ഉംറ ഇഹ്റാം ചെയ്തിട്ടാണ് പോവുക. എന്നാൽ നോക്കിക്കോളി, ഉംറയുടെ ഇഹ്റാമിൻ്റെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, ഫാത്തിഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ് നിസ്കരിച്ച് അവിടെ ഇരുന്നിട്ട് നമ്മളെന്നൊന്ന് ദ്വാരക്ക. പടച്ചോനെ, ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ മഹല്ലത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബിൻ്റെ വിളി കേൾക്കാൻ ഭാഗ്യം കിട്ടിയത് എനിക്കാണല്ലോ റബ്ബേ. അല്ലാഹ് നീ കബൂലാക്കണേ പടച്ചോനെ. നമ്മളെന്നെ ഒന്ന് ദ്വാരക്ക. ദ്വാ കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു ഉസ്താദ് ഉണ്ടാകും. അത് പിന്നെ എയർപോർട്ടിൽ ചൊല്ലിത്തരാൻ അവിടെ ഉണ്ടാകും, പ്രൈവറ്റിൽ ഓലപ്പം ഉണ്ടാകും. ഒന്നിൻ്റെ ഒപ്പം നിന്നോളി. ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ നിയ്യത്തോടു കൂടെ ഇഹ്റാം ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചത്. എന്താണ്? നിയ്യത്തോടു കൂടെ ഇഹ്റാം ചെയ്യാം. അതാണ് ഇപ്പം നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ മാറ്റി റെഡിയാണ്. ഇഹ്റാമിൻ്റെ നിയ്യത്തിലേക്ക് പ്രവേശിക്കാം. ഒന്ന് ചൊല്ലിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. അല്ലാഹുവേ, നിൻ്റെ കഅബ ശരീഫിൽ വന്ന് ഉംറ ചെയ്യാൻ ഞാൻ കരുതി, നീ സ്വീകരിക്കണേ അല്ലാഹ്. ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. നിയ്യത്തിൻ്റെ പരിപൂർണത. നിയ്യത്ത് ചെയ്തും പറഞ്ഞും അങ്ങനെയാണ്. നിയ്യത്ത് പറയേണ്ടത് പറഞ്ഞും ചെയ്യേണ്ടത് ചെയ്തും അതിൻ്റെ പൂർത്തിയായ രൂപമാണ്. സാധാരണഗതിയിൽ നമ്മൾ ആ നിയ്യത്താണ് ചെയ്താൽ പിന്നെന്താ ഏറ്റവും ശ്രേഷ്ഠമായത്? പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് തെൽബിയത്ത്. എന്താ പറയാ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അതിൻ്റെ പേരാണ് ഏത്? തെൽബിയത്ത്. എന്നാ ഒന്ന് ചൊല്ലിക്കോളി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഒന്ന്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. രണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. നിസ്കാരത്തിൽ ചൊല്ലുന്ന സലാത്താണിത്, പേക്കാതെ ചൊല്ലണം. ഇന്നക ഹമീദും മജീദ്. ആദ്യത്തെ അതിൽ എന്തായാലും അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്നഹ വനഊദു ബിക മിൻ സുഖതിക വന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള ശ്രേഷ്ഠമായ രീതി. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ലബ്ബൈക ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ദ്വാരക്ക. ലബ്ബൈക ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ദ്വാരക്ക. ആ ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് 4 കാര്യം. ഒന്ന്, അല്ലാഹുവേ നിൻ്റെ പൊരുത്തവും പൊരുത്തപ്പെട്ടവർക്കുള്ള സ്വർഗവും തരണേ. അല്ലാഹുവേ നിൻ്റെ ദേഷ്യവും ദേഷ്യപ്പെട്ടവർക്കുള്ള നരകവും തരല്ലേ. അതാണ് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വനഊദു ബിക മിൻ സുഖതിക വന്നാർ. ഇനി നിങ്ങളങ്ങനെ നമ്മൾ പോവുക. എന്നാ റെഡി? നമ്മൾ നേരെ വിമാനത്തിലെത്തി. എവിടെ എത്തി? വിമാനത്തിലെത്തി. ഞമ്മക്കിനി വേറെ ഷുഗലൊന്നുമില്ല. ഏത് മാത്രം? ലബ്ബൈക് അല്ലാഹ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ ഞാനിതാ വരുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നിന്നെ മാത്രം മനസ്സിൽ ഉറപ്പിച്ച് നിന്റെ പൊരുത്തം മാത്രം തേടി ഇതാ വരുന്നു അല്ലാഹ്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അല്ലാഹ് ഞാൻ നടക്കുന്ന കാല്, ഞാൻ പിടിക്കുന്ന കൈ, ഞാൻ കാണുന്ന കയ്യ്, ഞാൻ സംസാരിക്കുന്ന നാവ്, ഞാൻ ശ്വസിക്കുന്ന വായു എല്ലാം നീ തന്ന നിഅമത്ത് മാത്രമാണ്. അതുകൊണ്ട് നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് ഇതാ വരുന്നു, ഇതാ വരുന്നു. അതാണ് ലബ്ബൈക, അതാണ് ലബ്ബൈക. നമ്മളെ ഗൾഫിലെ ഭർത്താവ് വരാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പം എന്തായി, മുപ്പൊരു ലീവ് കിട്ടുകൂടുമ്പോൾ ഒന്ന് വിളിച്ചു പറയും, ഉമ്മ ലീവ് കിട്ടിയിട്ടുണ്ട് അല്ലേ, പോകുന്ന ഞാൻ ഇന്ന് വരുന്നുണ്ട്, ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ ലഗേജൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അങ്ങനെ വന്ന് ബോർഡിംഗ് പാസ് എടുത്തിട്ടുണ്ട്, ഇതാ വിമാനം പുറപ്പെടാനേ അല്ലേ. ഈ വിവരമാണ് നമ്മൾ പറയണത്. ആരോട്? നമ്മളെ ക്ഷണിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്മളെ ക്ഷണിച്ച ജിബ്രീൽ അലൈഹിസ്സലാം, നമ്മളെ ക്ഷണിച്ച മുഹമ്മദ് മുസ്തഫ, അവരൊക്കെ നമ്മളെ കാത്തവിടെ നിൽക്കുന്നുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ. ഇപ്പം പിന്നെ വിമാനത്തിൽ ഒന്നും ഫ്രീ കിട്ടാത്തത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ടിയില്ല അല്ലേ. നെയ്ച്ചോറ് വെക്കരുത് എന്ന് പറയാനുള്ള ചോറ് കിട്ടിയിട്ടല്ലേ നെയ്ച്ചോറ്. വിമാനത്തിൽ നിന്ന് അങ്ങനെ കൊടുക്കലൊക്കെ നിർത്തിയപ്പോൾ അല്ലേ. പണ്ടാണെങ്കിൽ ഒരു കർച്ചീഫൊക്കെ അങ്ങനെ മുഖം തുടക്കാനൊക്കെ തരും. അത് അത്ര പറ്റിയ രീതിയാണ് കിട്ടുക, ആൽക്കഹോൾ അടിച്ചിട്ടൊക്കെ. അപ്പോൾ അതൊന്നും ഇപ്പം ഇല്ലാത്തത് കൊണ്ട് പറയേണ്ടതില്ല. ഇനി അങ്ങനത്തെ ഒന്നും അത്തർ പോലത്തെ ഒന്നും പുരട്ടിയ കർച്ചീഫൊന്നും നമ്മൾ വാങ്ങാൻ നിൽക്കണ്ട ഇൻഷാ അല്ലാഹ്. എന്നാൽ പോവല്ലേ. ഇഹ്റാം ചെയ്തു. പുരുഷന്മാർക്ക് പാടില്ലാത്തത് തല മറക്കാൻ പാടില്ല, തുന്നപ്പെട്ട വസ്ത്രം പാടില്ല. സ്ത്രീകൾക്ക് പാടില്ലാത്തത് കയ്യുറ ധരിക്കാൻ പാടില്ല, മുഖം മറക്കാൻ പാടില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പാടില്ലാത്തത് ശരീരത്തിലോ വസ്ത്രത്തിലോ അത്തറ് പുരട്ടാൻ പാടില്ല, സുഗന്ധങ്ങളൊന്നും അല്ലേ. തലമുടിയിലോ താടിമുടിയിലോ ഒന്നും ഏത് പാടില്ല? എണ്ണ വെളിച്ചെണ്ണ പോലത്തത് പാടില്ല. സ്ത്രീകളും പുരുഷന്മാരും നിക്കാഹ് ചെയ്തു കൊടുക്കാനോ സ്വീകരിക്കാനോ പാടില്ല. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള രസകരമായ സംസാര വിഷയങ്ങൾ ഒന്നും പാടില്ല. അല്ലാഹ് വേട്ടയാടാൻ പാടില്ല. അതൊക്കെ പിന്നെ മക്കത്തെത്തിയിട്ട് ഇപ്പം നമുക്ക് പറയേണ്ടതാണ്. ഇരിക്കട്ടെ, അല്ലാഹു ഖൈറ് തരട്ടെ. എന്നാ പോവല്ലേ. നിങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിമാനം പൊങ്ങി, നിങ്ങളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ പോകല്ലാണ്ട് പോകല്ലേ എന്ന് ചോദിച്ചാൽ ലബ്ബൈക ചെല്ലാന്നല്ലാണ്ട് ഇൻഷാ അല്ലാഹ്. യാത്ര ഇങ്ങനെ തുടരുമ്പോൾ നമ്മളെല്ലാവരും അല്ലാഹ് ഹജ്ജിന് ഈ സന്തോഷം കാണാൻ നമ്മളെ ഉമ്മയില്ല, ഈ സന്തോഷം കാണാൻ നമ്മളെ ഉപ്പയില്ല. ആ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ദ്വാർന്നു കൊണ്ടേ പോകുക. ലബ്ബൈക ചൊല്ലുക, മാതാപിതാക്കൾക്ക് ദ്വാരക്കാം. ലബ്ബൈക ചൊല്ലുക, ഭാര്യ മക്കൾക്ക് ദ്വാരക്കാം. ലബ്ബൈക ചൊല്ലുക, മരണപ്പെട്ടവർക്ക് ദ്വാരക്കാം. ലബ്ബൈക ചൊല്ലുക, വല്ലാതെ കഷ്ടപ്പെട്ട ഒരു രോഗി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അയാളെ ഓർത്ത് ദ്വാരക്കാം. ലബ്ബൈക ചൊല്ലുക, മക്കത്തും മദീനത്തും ഒരു കുഴപ്പമില്ലാതിരിക്കാൻ ദ്വാരക്കാം. അല്ലാഹ്. ജിദ്ദയിൽ വിമാനം ഇറങ്ങി. എന്തായി? വിമാനം ഇറങ്ങി. ഇപ്പോഴത്തെ സമയത്ത് ഒരു സുഖമുണ്ട്. എന്താണ്?
ജിദ്ദ എയർപോർട്ടിൽ മുമ്പ് മണിക്കൂറുകൾ കെട്ടിക്കിടക്കണം. ഇപ്പം അങ്ങനത്തെ വിഷയമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തീരും. ഇപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എമിഗ്രേഷൻ ഓഫീസിലൊക്കെ നിൽക്കുന്നത് ഈ പെൺകുട്ടികളാണ്. ഓരൊക്കെ വേഗം എന്താക്കാണ് നോക്കി പണിയെടുക്കും. കാരണം മറ്റേതിങ്ങനെ അവിടെ ഒരുപാട് താമസം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി വളരെ സന്തോഷകരമായി പെട്ടെന്ന് പൂർത്തിയാക്കും. എല്ലാവരും ശ്രദ്ധിച്ചോളി. വേഗം പുറത്തിറങ്ങി 48ഉം 50ഉം സീറ്റുള്ള ബസ് നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട് പുറത്ത്. അപ്പം നിങ്ങൾ പാസ്പോർട്ട് കയ്യിലുണ്ടോ? ഉണ്ടോ? അതോ അതെവിടെ വെച്ചോ? ഇല്ല, പാസ്പോർട്ട് കയ്യിലില്ലേ? അത് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചത്. അത് നെഞ്ഞത്തുനിന്ന് വിടരുത്. ഉമ്മാമ കൊടുക്കാത്ത കഥ ഞങ്ങളോട് പറഞ്ഞില്ലേ, അത് ഓർമ്മിച്ച് വെക്കണം. അള്ളാഹു ഖൈറ് തരട്ടെ. ഇൻഷാ അള്ളാഹ് പുറത്തിറങ്ങിയാൽ മുത്തവിഫിൻ്റെ ആളുകൾ കാത്ത് നിൽക്കുന്നുണ്ട്. 50 ആൾ ഒരു ബസ്സിൽ, 50 ആൾ ഒരു ബസ്സിൽ. അപ്പം നമ്മളവിടെ ബസ് നിൽക്കലും വെറ്റ വേഗം. അപ്പം നമുക്കൊരു ധൃതി കൂടൂലേ? കൂടിയിട്ട് ഓടിയിട്ടാണ് പോയി കയറി ബസ്സിൽ പോയിരുന്നത്. അപ്പം നമുക്ക് ഓർമ്മയില്ല, ബസ്സിൽ നമ്മൾ കയറി. പക്ഷെ എന്താ കുറച്ചങ്ങോട്ട് എത്തി നോക്കുമ്പോഴാണ് വിഷയം അറിയുന്നത്. എന്ത്? ഭാര്യ നമ്മളൊപ്പമില്ല. ഏത് ബസ്സിലാണ്? അല്ല, ഓളെ ബസ്സിൽ ഭർത്താവുമില്ല, ഭർത്താവിൻ്റെ ബസ്സിൽ ഭാര്യയില്ല. അല്ല, രണ്ടാളും ഈ ബസ്സിൽ നിന്ന് ഓറും കരഞ്ഞു, മറ്റേ ബസ്സിൽ നിന്ന് മറ്റേ ഓറും കരഞ്ഞു. വല്ല കാര്യമുണ്ടോ? കരയാനുള്ള സ്ഥലം വരുന്നുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് അവരവരുടെ കൂടെയുള്ള ആളുകളെ കരുതുക എന്നത് നമ്മുടെ കടമയിൽപ്പെട്ടതാണ്. നമ്മുടെ ഉപ്പ നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടോ? ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ? കൂടെയുള്ള ആളുകളെ അവർക്കാരും തിരഞ്ഞെടുക്കില്ല. അവർക്ക് എന്തേ ആവശ്യമുണ്ടോ? അവർക്ക് കൊടുത്ത പാസ്പോർട്ട് പ്രകാരം 48 ആൾ ഒരു ബസ്സിൽ, അടുത്ത ബസ്സിൽ 48 ആൾ. അതേ ഒരു നോക്കുള്ളൂ. നിങ്ങൾ ഭാര്യയാണോ ഭർത്താവാണോ, നിങ്ങൾക്ക് പിന്നെ ബാപ്പയാണോ ഉമ്മയാണോ, അത് നോക്കാൻ അവരെ ഏൽപ്പിച്ചിട്ടില്ല. അതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം നമ്മൾ. അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പം നമ്മൾ ഇൻഷാ അള്ളാഹ് ബസ്സിൽ കയറി. ഇനി നമ്മളെ ബസ് ഇങ്ങനെ പുറപ്പെട്ടു. നിങ്ങളാരും ഒന്നും ചെയ്യേണ്ടതില്ല, എവിടേക്കും ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മളെ സംഗതികളൊക്കെ നോക്കിയിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അപ്പോൾ ആ ബക്കറ്റുകളെല്ലാം വരുന്നുണ്ട്. പെണ്ണുങ്ങളെല്ലാം നമ്മളെ പെണ്ണുങ്ങൾ വളണ്ടിയർമാരുണ്ട് അവിടെ, നല്ല പെണ്ണുങ്ങളാണ് വളണ്ടിയർമാർ. ആ വളണ്ടിയർമാർ സഹോദരിമാർക്കൊക്കെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. നമ്മളെ പെണ്ണുങ്ങൾ എത്ര പെണ്ണുങ്ങളുണ്ട് അവിടെ ഉസ്താദേ? നല്ല അച്ചടക്കത്തിലിരിക്കുക. ഒരു പെണ്ണിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല നമ്മൾ. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. നമ്മൾ അൽമക്കറിലെ ഹജ്ജ് ക്യാമ്പിന് വന്നാൽ പെണ്ണുങ്ങൾ ഒറ്റ ആളുണ്ട് എന്നറിയില്ല, അത്ര അച്ചടക്കത്തിൽ. അള്ളാഹുവേ, നമ്മളെ ഹജ്ജുമ്മമാരും അവരെ യാത്രയാക്കാൻ വന്നവരും അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വന്നവരും എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. നിങ്ങളെ ഭാഗത്ത് നിന്ന് ബക്കറ്റ് ഞമ്മക്കില്ലല്ലോ എന്നുള്ള പ്രതിഷേധം വരാൻ പാടില്ല. അതിനെന്തെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ അച്ചടക്കത്തിലിരിക്കും കുറച്ച് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ബസ് ഇങ്ങനെ പുറപ്പെട്ടു. കുറേ അങ്ങോട്ട് മുന്നോട്ടെത്തിയാൽ, ഇനി ശ്രദ്ധിക്കണേ, കുറച്ചങ്ങോട്ട് മുന്നോട്ടെത്തിയാൽ റോഡിൻ്റെ റോട്ടിൽ 2 കമാനം വെച്ചത് കാണും. വലിയ, ഒന്ന് വലഭാഗത്തും ഒന്ന് ഇടഭാഗത്തും 2 ഗേറ്റ്. ഒരു ഗേറ്റുമ്മൽ എഴുതിയിരിക്കുന്നു വാദ്യം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ വിളംബരത്തിൻ്റെത്. മറ്റേ ഗേറ്റുമ്മൽ എഴുതിയിരിക്കുന്നു ഇന്ന അവ്വല ബൈത്തിൻ അലിന്നാസ്, കഅബത്തിൻ്റെ ചരിത്രം, മക്ക ചരിത്രത്തിൻ്റെ വിളംബരം, മക്ക ഹജ്ജിൻ്റെ വിളംബരം. ഖുർആൻ ആയത്ത് എഴുതിയിരിക്കുന്ന 2 ഗേറ്റ്, വലിയ കമാനം. അവിടെ നിന്ന് ഇങ്ങനെയാണ് ഉള്ളിലേക്ക് നോക്കുമ്പോൾ റോഡിൻ്റെ 2 ഭാഗത്തുനിന്നും വന്നിട്ട് മുസാഫ് ഇങ്ങനെ മറിച്ചു വെച്ചിട്ടുള്ള 2ാമത്തെ ഗേറ്റ്. അതേതാണ്? ബിദായത്തുൽ ഹറം, ഹറമിൻ്റെ തുടക്കം. ഹറമിൻ്റെ തുടക്കം എന്താണ്? ഹറമിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലെ ആദ്യത്തെ ഹജ്ജിന് വരികയാണ്. ആദം നബി മക്കത്തേക്ക് വരികയാണ്. അപ്പം ഇബ്ലീസ് കുറെ കൂടി. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങിയിട്ട് അവിടെ കാവൽ നിന്നു. ആദം നബിയെ സ്വീകരിച്ചു, ഇബ്ലീസിനെ ആട്ടി ഓടിച്ചു. ആ അതിർത്തിയാണ് ഹറമിൻ്റെ അതിർത്തി. ആദം നബിയെ സ്വീകരിക്കുകയും ഇബ്ലീസിനെ ദൂരെയാക്കുകയും ചെയ്ത ആ അതിർത്തിയിലാണ് ഇപ്പം നമ്മൾ എത്തുന്നത്. ഇൻഷാ അള്ളാഹ്. ഇനി ഇങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ മക്ക പരിസരത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തുടങ്ങും. അപ്പം നമ്മൾ നല്ല പോലെ തൽബിയത്ത് ചൊല്ലണം. ഒന്ന് ഉഷാറിൽ ചൊല്ലി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. പടച്ചോനെ അവിടെ പോയി ചൊല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഈ വർഷം ഉദ്ദേശിച്ച ഒരാൾക്കും ഇനി ഒരു തടസ്സം നൽകല്ലേ അല്ലാ.
ഈ വർഷം ഏത് രാജ്യത്ത് നിന്ന് ഹജ്ജിന് വരാൻ ഉദ്ദേശിച്ചാലും അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. മക്കയിലെ ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. ബസ് അതിവേഗം പോയി. ഇപ്പം നമ്മൾ ഹറമിലാണ്. ഈ അതിർത്തി മുതൽക്ക് അങ്ങോട്ടൊക്കെ ഹറമാണ്. ഇനി നമ്മൾ ഹറം കഴിഞ്ഞ് മക്കയിലേക്കെത്തും. മക്കത്തെത്തി. നമ്മളെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വാഹനം നിർത്തി. നമ്മളെ ബസ്സിൽ 48-50 ആൾ, അടുത്ത ബസ്സിലും അത്ര ആൾ, അടുത്ത ബസ്സിലും അത്ര ആൾ. നമ്മളൊരു 200 ആളുകൾ നമ്മളിപ്പോൾ ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തി. ഇവരെല്ലാവർക്കും കൂടി റൂം കണ്ടെത്തലും മറ്റൊരു തിരക്ക് ഉണ്ടാവില്ലേ? എന്നാൽ കുറച്ച് ക്ഷമ വേണം. അപ്പം തന്നെ തുടങ്ങും നമ്മൾ ഓരോന്ന് ചൊറിയൽ. ഇവർക്കെല്ലാം എന്തേലും പണി, ഇതെല്ലാം നോക്കി വെക്കേണ്ടതല്ലേ, ഇങ്ങോട്ടാക്കേണ്ടതല്ലേ. അവർ ഉറക്കൊഴിച്ച് ഇരുന്നിട്ട് ഇത് എപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നറിയോ? രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾ വരികയാണ്. നമ്മളിവിടുന്ന് കണ്ണൂരിൽ നിന്ന് പോയ ആൾക്കാരെ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. നമ്മളെ മുമ്പത്തെ ബസ് കോഴിക്കോട്ട് നിന്ന് വരുന്നതാണ്, അതിൻ്റെ മുമ്പത്തെ ബസ് എറണാകുളത്ത് നിന്ന് വരുന്നതാണ്, അതിൻ്റെ മുമ്പത്തെ ബസ് ഹൈദരാബാദിൽ നിന്ന് വരുന്നതാണ്, അതിൻ്റെ മുമ്പത്തെ ബസ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നത്. ഇതൊക്കെ ഇവിടെ തന്നെയാണ്, ആ അസീസിയിൽ, ആ ബിൽഡിങ്ങുകളിലാണ് പോകേണ്ടത്. അപ്പോൾ അതൊക്കെ ഇനം തിരിച്ചൊക്കെ കിട്ടുമ്പോൾ കുറച്ച് സമയം വൈകൂലേ? നിങ്ങൾ ലബ്ബൈക്ക് എന്നെ ചെല്ലിയാൽ മതി, വേറെ ദിക്കറിലേക്ക് കടക്കണ്ട. നമ്മളെ വലഭാഗത്തെ മലക്ക് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആരും എഴുതരുത്. ഇപ്പം നമ്മളെ ഡ്യൂട്ടിയിൽ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി ഇടഭാഗത്താക്കോ വലഭാഗത്താക്കോ? ഇപ്പം ആയിരിക്കാം നാട്ടിൽ നിന്ന് കുറച്ച് മൂപ്പരൊന്ന് വിശ്രമിച്ചോട്ടെ. ഇന്നാളാരോ പറഞ്ഞ്, ഇവിടെ അറിഞ്ഞോ എന്നറിഞ്ഞില്ല, അല്ല നമ്മളെ സൂപ്പീൻ്റെ വലഭാഗത്തെ മലക്ക് പോയോരോന്ന്. അപ്പം അതെന്തേടോ ഹൈറായത് എന്തെങ്കിലും അവൻ പറയണ്ടേ? ഒന്നും പറയാത്തപ്പോൾ അയാൾ പോയിന്ന്. നമ്മൾ ഇടഭാഗത്തെ മലക്കിന് തന്നെ പണി കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഹജ്ജ് സമയത്ത് ഇനി ഇടഭാഗത്തെ മലക്കിന് പണി വേണ്ട. അതുകൊണ്ട് തൽക്കാലം അവിടെ ദേഷ്യപ്പെട്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് നിൽക്കരുത്. അള്ളാഹുവെ ഹൈർ നൽകണേ അള്ളാഹ്. എന്നാൽ റെഡിയല്ലേ? ഒറ്റ കാര്യം, ചായൻ്റെ നേരാണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ളൊരു ചായ കിട്ടും. മറ്റ് ഭക്ഷണത്തിന് നേരാണെങ്കിൽ ഏതുണ്ടാകും? ഈ യാത്രയിൽ 2 വെപ്പാണ്. എന്താണ്? കിട്ടിയാൽ കിട്ടിയെന്ന് വെക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് വെക്കുക. 2 വെപ്പാണ് ഇതിലുണ്ടാകുക. ഭക്ഷണം കിട്ടിയാൽ അൽഹംദുലില്ലാ കിട്ടിയെന്ന് വെക്കുക, ഇല്ലെങ്കിലോ ഇല്ല എന്ന് വെക്കുക. ഇപ്രാവശ്യം പ്രത്യേകിച്ചും വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്താ കാരണം? ഗവൺമെൻറ് ഹാജിമാർക്ക് ഏതില്ല? അത് നിങ്ങൾക്ക് പൂരിപ്പിക്കാനൊരു പേടി. ഫുഡൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ല, നിങ്ങൾ അറിഞ്ഞില്ലേ വിവരം? അപ്പം അതുകൊണ്ട് സമയാസമയം അവിടെ ഭക്ഷണം ഉണ്ടായിക്കോളും. എന്നാൽ ചിലപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ അനുസരിച്ച് ഒരു സ്വീകരണ വെള്ളം ഉണ്ടാവില്ലേ? അതുണ്ടാകും എല്ലാവർക്കും ഇൻഷാ അല്ലാഹ്. ഒരു ഈത്തപ്പഴത്തിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ നിറച്ച് ഈത്തപ്പഴം, മക്കത്തെ മുന്തിയ ഈത്തപ്പഴം, മനസ്സിലായി? അതൊരു പൊടി ഒന്നായിട്ട് വരാൻ നിൽക്കേണ്ട, ഒരു 3 എടുത്താൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തിനൊക്കെ ഇത് കുറേ ആളുകൾക്ക് ഉദ്ദേശിച്ചുള്ളതാണ്. ഇത് ഈത്തപ്പഴം നല്ലത് 3 തിന്നാൽ തന്നെ നല്ല എനർജി കിട്ടും. നല്ലൊരു ഗ്ലാസ് വെള്ളം, സംസം വെള്ളം ഉണ്ടാകും അവിടെ. ആ സംസം വെള്ളം ഈത്തപ്പഴമാണ് നമ്മളെ സ്വീകരിക്കാൻ എല്ലാ ബിൽഡിങ്ങിലും ഉണ്ടാകും. അത് കഴിച്ച് ഇൻഷാ അല്ലാഹ് വേഗം റൂമിൽ പോയിട്ട് അധികം ഷർത്തും പറന്നൊന്നും നോക്കാൻ ഇപ്പം നിൽക്കണ്ട. എന്ത് ചെയ്യുക? വേഗം വലിയ ബാഗ് ഒരു സ്ഥലത്ത് വെച്ച് ഒക്കെ റാഹത്താക്കി ഇൻഷാ അല്ലാഹ് വേഗം ബാത്റൂമിൽ പോകണമെങ്കിൽ പോവുക. നമ്മൾ ഉടുത്ത ഡ്രസ്സിൽ നജസ്സൊന്നും ആയിട്ടില്ലല്ലോ, ആയിക്കണം. അതിങ്ങൊക്കെ അറിയുള്ളൂ, എന്നെ നോക്കിയിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട. എയർപോർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? വിമാനത്തിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പോയി. അപ്പോൾ ഈ വസ്ത്രത്തിലൊന്നും മൂത്രമായിട്ടില്ലല്ലോ. അങ്ങനത്തെ സ്വീപ്പും മറ്റൊന്നുമില്ലെങ്കിൽ ഇതേ വസ്ത്രം തന്നെ മതി എഹ്റാമിൽ എവിടേക്ക് പോകാൻ, കഅബത്തിങ്ങൾക്ക് പോകാൻ. ഇനി മാറ്റേണ്ടതുണ്ടോ? ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ എന്താക്കാം? ഇതവിടെ മാറ്റി വെച്ചിട്ട് ഒരു കൈലിമുണ്ട് എടുത്തിട്ട് പോകാം, അതിന് കുഴപ്പമുണ്ടോ? ഒരു കൈലിമുണ്ട് എടുത്തിട്ട് പോകണതിന് കുഴപ്പമുണ്ടോ? ബാത്റൂമിൽ പോകുമ്പോൾ ഇതവിടെ അയച്ചു വെച്ചു, എന്നിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ലുങ്കിയില്ലേ, അതെടുത്തു, അതിന് കുഴപ്പമുണ്ടോ? പക്ഷെ ആ ലുങ്കി മൂട്ടിയതാകരുത്, അത്രേ ഉള്ളൂ പ്രശ്നം. ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്ത്രീകളും ശ്രദ്ധിക്കുക. ഇതെന്നൊക്കെ ഒന്ന് ബാത്റൂമിൽ പോയി ഒതുവൊക്കെ എടുത്തൊക്കെ ഒന്ന് പുതുക്കി ഇൻഷാ അല്ലാഹ്. വളരെ ഷുഗറും കാര്യമൊക്കെ ആയിട്ട് പറ്റ ക്ഷീണിച്ച ആൾ, അയാൾ ഉറങ്ങിക്കോട്ടെ, അയാൾ കുറച്ച് ഉറങ്ങിക്കോട്ടെ, അയാൾക്ക് തവാഫിന് ആക്കത്ത് പോകാം. ശരീരത്തിന് അശുദ്ധിയുള്ള പെണ്ണ് ഓളും വിശ്രമിച്ചോട്ടെ, അല്ലാത്തവരൊക്കെ പോവുക. റെഡിയല്ലേ നിങ്ങൾ? എന്നാൽ ഒന്ന് എഴുന്നേൽക്കും പോവുക. നിങ്ങൾ എണീക്കലെല്ലാം കാണുമ്പോഴേക്കുണ്ടല്ലോ,
ഞാൻ ഇപ്പം നിങ്ങളും ഞാനും നല്ല ലോകത്ത് പോകേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളിങ്ങനെ വേണോ വേണ്ടേ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഒരുങ്ങുന്നത് കണ്ടാൽ ഒന്ന് ഉഷാറ് വേണ്ടേ? അള്ളാഹു ആഫിയത്ത് തരട്ടെ ഇൻഷാ അള്ളാ. എല്ലാവരും റെഡിയല്ലേ? ഒരു സംഗതി ഒന്ന് നോക്കി, നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ താഴോട്ട് തുണി പോയിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ, ഔറത്ത് മറിച്ച്. അതാണ് ഒന്ന്. ഒന്നും എല്ലാവർക്കും ഇല്ലേ? റെഡി. 2, പെണ്ണുങ്ങളൊക്കെ ഒന്ന് നോക്കി, മുടിയൊന്നും പുറത്തേക്ക് കാണുന്നില്ലല്ലോ. നിങ്ങളെ പെണ്ണുങ്ങളൊന്നും നോക്കി നിങ്ങളില്ലല്ലോ. ഇല്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഔറത്തൊക്കെ മറിച്ച് ഒതുവോടുകൂടെ ഇനി ഒരു പോക്കുണ്ട്. എവിടേക്കാണ് പോണത്? കഅബ ശരീഫിലേക്ക് പോവുകയാണ് ഇൻഷാ അള്ളാ. ഈ യാത്രയിൽ നമ്മെ അല്ലാഹു തആല സ്വീകരിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണം ഏതാണ്? ഇൻദ റുഇയത്തിൽ കഅബ ഷരീഫിൻ്റെ ആദ്യ കാഴ്ച. ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളൊക്കെ. ഞാൻ നിങ്ങളെ എഴുന്നേറ്റ് നിർപ്പിച്ചത് വെറുതെ അല്ല, നിങ്ങളെ പ്രായം മനസ്സിലാക്കായിട്ടല്ല, ബുദ്ധിമുട്ടുള്ളവരെ കാണായിട്ടല്ല. ഒന്ന് ശ്രദ്ധിക്കാനാണ്. നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും സൂപ്പർ പവറുള്ള ഒരു സമയം അതേതാ? ഇൻദ റുഇയത്തിൽ കഅബ ഷരീഫിൻ്റെ ആദ്യ കാഴ്ച. ആ കഅബത്തിനിങ്ങനെ കാണുന്നതോടുകൂടെ നമ്മുടെ കൽബ് അല്ലാഹു തആല ശുദ്ധീകരിക്കും. അത്ര പ്രധാനപ്പെട്ടതാണ് കഅബത്തിൻ്റെ ആദ്യ കാഴ്ച. ആ ആദ്യ കാഴ്ചക്കാണ് നമ്മൾ പോണത്. അതാ ഞങ്ങളെ ഒതു ഉറപ്പിച്ചത് ഔറത്ത് മറച്ചത് ഒക്കെ റെഡിയല്ലേ? എന്നാ ഒന്ന് ചൊല്ലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാ, ഇത് അവിടെ പോയി ചൊല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാ. അവിടെ പോയി ചൊല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാ. നിങ്ങളൊക്കെ പല സ്ഥാനവും മാനവും ബഹുമാനവും ഒക്കെ ഉള്ള ആളുകളാണ്, എനിക്കറിയായിട്ടല്ല. അള്ളാഹു ഇനിയും സ്ഥാനമാനങ്ങളൊക്കെ ഉയർത്തി തരട്ടെ. ഞാനും അത്ര മോശക്കാരനൊന്നല്ല, അള്ളാഹു നന്നാക്കി തരട്ടെ. ഇപ്പം ഞാൻ ഉസ്താദും നിങ്ങൾ കുട്ടികളും, അപ്പോഴേ ഇത് നടക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം ഇൻഷാ അള്ളാ. പോവല്ലേ? ഒരു ചെറിയ ഉറ കയ്യിൽ വെക്കാം. അതിപ്പോൾ തന്നെ ഉണ്ടാകും കയ്യിലൊക്കെ. ഏത്? ചെരുപ്പ് സൂക്ഷിക്കാനുള്ളത്. വേറെ നമ്മളെ കയ്യിലൊന്നും വേണ്ട. നമ്മളടുത്ത് എന്തുണ്ടാകും? അവിടെ ചെന്നാൽ കിട്ടുന്ന ചില അടയാളം. ഒന്ന്, കയ്യിനൊരു വള തരും. കയ്യമ്മയുടെ ഒരു വള തരും. നമ്മളെ കഴുത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് എന്ത് തരും? നമുക്കൊരു ഒരു ഒരു തിരിച്ചറിയൽ കാർഡ് തരും. അതൊക്കെ നമ്മളെ കയ്യിലുണ്ടാവണം. ചില ആളുകൾ തോന്നും എനിക്കെല്ലാ ഭാഷയും അറിയാം, എനിക്ക് അവിടെ പോകാൻ അറിയാം, ഇവിടെ പോകാൻ അറിയാം. എടോ, തളർന്ന് വീണാൽ എന്ത് ഭാഷയാണ്? തളർന്ന് വീണ് കിടക്കാം, എനിക്കെന്ത് ഭാഷയാണ്? മനസ്സിലായോ? നമുക്കൊരു തളർച്ച പറ്റിയിട്ട് അങ്ങനെ വീഴ്ച പറ്റി മിണ്ടാൻ വയ്യാണ്ട് കിടക്കുമ്പോൾ നമ്മളെ കഴുത്തിലുള്ള മാലയും കയ്യുമുള്ള വളയും അതേ സംസാരിക്കുകയുള്ളൂ. നമ്മളെ ഭാഷ അവിടെ സംസാരിക്കൂല. അതുകൊണ്ട് അങ്ങനത്തെ കിബറും ഇതൊന്നും ആർക്കും വേണ്ട. അള്ളാഹു ഖൈറ് തരട്ടെ, അള്ളാഹു ബർക്കത്ത് തരട്ടെ. പ്രായമുള്ളവരും രോഗമുള്ളവർക്കൊക്കെ നല്ല കാവലുണ്ടാവും. കാരണം അവർ അള്ളാഹിനെ പേടിച്ച് മാത്രം പോവുകയാണ്. കുറച്ച് കഴിവും ഭാഷയൊക്കെ ഉള്ള ആൾക്കാർ കുറച്ച് പഠിച്ചവനും കുറച്ച് നമ്മളും കൂടി വിചാരിച്ചിട്ടാണ് പോകുന്നതിന്. അതുകൊണ്ട് അത് വേണ്ട, മുഴുവനും അള്ളാഹിനെ ഏൽപ്പിക്കുക. എൻ്റെ ഉമ്മാനെ 84-ാമത്തെ വയസ്സിലാണ് ഞാൻ ഹജ്ജിന് കൊണ്ടുപോകുന്നത്. ഉമ്മ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ തന്നെ നടക്കാൻ വയ്യ. അവിടെ എത്തുമ്പോൾ നമ്മൾ തവാഫിന് വേണ്ടി പോകാനൊരുങ്ങുമ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ ഞാനൊരു വീൽ ചെയർ എടുക്കാം, ഉമ്മാനെ ഞാൻ ഉന്തിക്കോളാമെന്ന്. അതൊന്നും വേണ്ട മോനെ, ഞാൻ നടന്നോളാമെന്ന്. ഉമ്മാൻ്റെ ധൈര്യം കണ്ടപ്പോൾ ഞാനും ഉറപ്പിച്ച് കുറച്ചങ്ങോട്ടെത്തി ഹറമിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, ചില്ലറ റിയാലില്ലേ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാൽ അതുകൊണ്ട് ഗോതമ്പ് വാങ്ങിയെന്ന് പറഞ്ഞു. ഗോതമ്പ് വാങ്ങിയിട്ട് ഉമ്മ ഇങ്ങനെ ആ പ്രാവിനിങ്ങനെ കൊടുത്തു. ഉമ്മ എന്നോട് പറഞ്ഞു, മക്കത്തെ പ്രാക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ഊരവേദന, കാലുവേദന, കടച്ചിൽ പോലത്തൊക്കെ അല്ലാഹു തആല മാറ്റിത്തരും, നമുക്ക് തവാഫ് സുഖമായിട്ട് ചെയ്യാമെന്നു. ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ ഈ കിതാബൊന്നും ഓതിയിട്ട് അത് കണ്ടിട്ടില്ലല്ലോ. ഉമ്മ പറഞ്ഞു, അത് പണ്ടൊരു ഉസ്താദ് നമ്മുടെ നാട്ടിൽ വയലു പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാണ്. ഉമ്മ ഗോതമ്പ് വാങ്ങിയിട്ട് ആ പ്രാവിനിങ്ങനെ കൊടുത്ത് മക്കൾക്ക് കൊടുക്കുന്ന പോലെ. എൻ്റെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ നടക്കാത്ത ഉമ്മ കഅബ ഷരീഫ് സുഖമായിട്ട് തവാഫ് ചെയ്തു, നടന്ന് തവാഫ് ചെയ്തു. അപ്പം നമ്മളൊരു നിയ്യത്തുണ്ട്, ഇതിനൊക്കെ ഒരു നിയ്യത്തുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാ റബ്ബേ പടച്ചോനെ എന്നുള്ള നിയ്യത്ത്. അള്ളാഹുവെ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങളെ ശരീരം കൊണ്ട് തന്നെ ഒക്കെ ചെയ്യാൻ നീ ആവതാക്കണേ അല്ലാ.